സാർ ഞങ്ങൾക്ക് ഇത് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ട്രെയിനർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ട്രെയിനർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് യൂട്യൂബിൽ ഇടുന്നുണ്ടെന്ന് സാർ എവിടെ മെൻഷൻ ചെയ്തിരുന്നു. ഹോസ്റ്റലിൽ റെക്കോർഡ് ചെയ്യും. സാറേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അല്ല ചോദിച്ചു, എല്ലാരും ചോദിച്ചു യൂട്യൂബില് ആഡ് ചെയ്യുന്നുണ്ടെന്നാണ്. സാറിന് റെക്കോർഡിംഗ് ഓപ്ഷൻ ഞാൻ നോക്കട്ടെ, ഒന്ന് ചെയ്തു തരാം. എനിക്ക് കാണുന്നില്ല സാർ, സാർ റെക്കോർഡ് ചെയ്താൽ മതി. അത് ആ ലിങ്ക് അയച്ചാൽ മതി, യൂട്യൂബ് ലിങ്ക് അയച്ചാൽ മതി. അതുപോലെ ട്രെയിനിങ്ങിന് വന്നവർക്കും ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ലിങ്ക് അയക്കുന്ന കാര്യം. സ്റ്റാർട്ട് ചെയ്യാം സാറേ. എല്ലാവരെയും സോളാർ പരിശീലന സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചിന്തിക്കുന്നത് ലിഥിയം ബാറ്ററിയെ കുറിച്ചാണ്. അതിന്റെ കാരണം ഗ്രൂപ്പിലുള്ളവർ പലതവണ നമ്മോട് ആവശ്യപ്പെട്ടു, ലിഥിയം ബാറ്ററിയെ കുറിച്ച് കൂടുതൽ ക്ലാസ് വേണം. കാരണം ലിഥിയം ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യണം, അതിന്റെ കോസ്റ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അവർ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ഇന്ന് നമുക്ക് അതിനു വേണ്ടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്ന മഹേശ്വരം, ഇത് മഹേശ്വര സാറാണ്. അദ്ദേഹം അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആണ് ഹൈക്കൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ. 5 വർഷം BPL ടെലകോമിൽ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 18 വർഷമായിട്ട് ഹൈക്കണിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസ്, പ്ലാൻ, അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ വിത്ത് MBA ആണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായും ഈ പുതിയ ഇന്നോവേഷനൊക്കെ ഹൈക്കണിൽ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മഹേശ്വർ സാറാണ്. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് മഹേശ്വർ സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. താങ്ക് യു. സോ സാറിന്റെ പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ ബേസിക്കലി ഞാനൊരു പോളിടെക്നിക് ഡിപ്ലോമ ഹോൾഡർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ. അത് കഴിഞ്ഞ് ഞാൻ 5 years BPL ടെലികോമിൽ വർക്ക് ചെയ്തു പാലക്കാട്. അത് കഴിഞ്ഞ് പാർട്ട് ടൈം ബിടെക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പാർട്ട് ടൈം എഞ്ചിനീയറിംഗ് ബിടെക്കിന് ജോയിൻ ചെയ്തു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഹൈക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായത്. അപ്പൊ ഹൈക്കോൺ ആക്ച്വലി അന്ന് ഒരു ആൾമോസ്റ്റ് 10-12 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. 91 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഓൾമോസ്റ്റ് 30 years ഓൾഡ് കമ്പനി എന്ന് പറയാം. സോ 2003 ഹൈക്കോൺ ചെയ്തു. സോ ഇപ്പോൾ ഏകദേശം 18 years ആയി. സോ ത്രൂ ഔട്ട് ദ ഇയേഴ്സ് UPS ഹൈക്കോൺ മിക്കവർക്കും അറിയാവുന്ന കമ്പനിയാണ്. സോ UPS, സ്റ്റെബിലൈസേഴ്സ്, വാട്ടർ ലെവൽ കൺട്രോളർ, ഹോം UPS, ഇൻവെർട്ടർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, പവർ പ്ലാന്റ്, അങ്ങനെ റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് പ്രൊഡക്ട്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ക്രിസ്റ്റോ ജോർജ് കാട്ടുകാരൻ ആണ് ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. സോ പുള്ളി ഒരു ടെക്നോക്രാറ്റ് ആണ്. സോ കമ്പനി ഹാസ് ഗ്രോൺ ടു ദിസ് ലെവൽ ബൈ ദ ടീം സോർട്ട് ഓഫ് ക്രിസ്റ്റോ ജോർജ് ആൻഡ് ദ സീനിയർ ലെവൽ persons. ഞങ്ങളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ഹരികുമാർ ആണ്. സോ ഐ എം വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ്, ലുക്കിംഗ് ആഫ്റ്റർ മാർക്കറ്റിംഗ്. ഞങ്ങൾക്കിപ്പോ 5 യൂണിറ്റ് ഉണ്ട്. റീസെന്റ് ആയിട്ട് EP ജയരാജൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിറ്റ് 5, ദാറ്റ് ഈസ് ഫോർ ഓട്ടോ. അതായത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര എന്നുള്ള സ്ഥലത്താണ് ഇതിന്റെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഓട്ടോന്റെ അസംബ്ലി ആണ്. ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടും ഹൈക്കോൺ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. സോ ആ ലിഥിയം ബാറ്ററിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ലിഥിയം ബാറ്ററി ഈ ഓട്ടോയ്ക്ക്, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് മാത്രമല്ല, വേറെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സോളാർ രംഗത്ത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം,
എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്രത്യേകതകൾ. ഇപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ച ആൾക്കാരൊക്കെ അതുമായിട്ടുള്ള കമ്പാരിസൺ എന്നുള്ള പല കാര്യങ്ങൾക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു 4-5 വർഷമായി ലിഥിയം ബാറ്ററിയിൽ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇൻവോൾവ് ചെയ്ത് തുടങ്ങി. സോ അപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ ഒരു വലിയ നോളേജ് വെച്ചിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെയോ കമന്റ്സ് വഴിയോ അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ. Okay, sir. Okay, so welcome all of you for the HiCon. So HiCon യൂസ് ചെയ്യുന്നത് ലിഥിയം ബാറ്ററിയിൽ ഒരുപാട് ഡിഫറെന്റ് കെമിസ്ട്രീസ്. ലിഥിയം അയോൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കെമിസ്ട്രി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ടെക്നിക്കൽ സെഷനിലേക്ക് പോയിട്ട് പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ വൈസ് വരാം. സോ ഇതാണ് ഇതിന്റെ സെൽസ് വരുന്നത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ വരുന്ന സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സെൽസും പ്രിസ്മാറ്റിക് ആയിട്ടുള്ള സെൽസും ആണ്. നോർമലി ഇത് ഇമ്പോർട്ടഡ് ആണ്, സെൽ മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ബാക്കി ബാറ്ററി BMS ബാറ്ററി പാക്ക് അസംബ്ലി എല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ. സോ ഇത് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ നോമിനൽ വോൾട്ടേജ് വരുന്നത് ഒരു സെല്ലിന്റെ വോൾട്ടേജ് വരുന്നത് 3.2 വോൾട്ട് ആയി. 3.2 വോൾട്ടിന്റെ സീരീസ് ചെയ്തിട്ട് ആണ് നമ്മൾ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് ബാറ്ററി പാക്കിന്റെ വോൾട്ടേജ് സീരീസ് ചെയ്താണ് 4S എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി ഈക്വലന്റ് ആയിട്ട് ഒരു ബാറ്ററി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 4 സെൽസ് സീരീസ് എഴുതി. എപ്പോഴും ഏത് കമ്പനിയുടെ ബ്രോഷർ നോക്കിയാലും കാണാൻ പറ്റും 4S എഴുതി 4 സെൽസ് ഇൻ സീരീസ് ആണ്. 12.8 വോൾട്ട് കിട്ടും. അതായത് 3.2ന്റെ മൾട്ടിപ്പിൾസ് ആണ് 4 സെൽസ്. അപ്പൊ കൃത്യമായിട്ട് 12 വോൾട്ട് കിട്ടില്ല, 12.8 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ UPS പഴയ UPS ഇതിന് കോമ്പാറ്റബിൾ അല്ലാത്ത UPS ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സോളാർ എക്യുപ്മെന്റ്സോ എന്തുണ്ടെങ്കിലും നമ്മൾ അതിന് കറക്റ്റ് ചെയ്യേണ്ടി വരും. കട്ട് ഓഫ് ലോ കട്ടും ഹൈ കട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്തതായിട്ട് വരും. അതേപോലെ 24 വോൾട്ടിന് വരും ഈക്വലന്റ് ആയിട്ട് വരുന്നത് 25.6 ആയിരിക്കും. 36ന് 38.4 ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 3.2ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. 48 വോൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് 15 സെല്ല് വെക്കുമ്പോൾ 48 വോൾട്ട് തന്നെയാണ്. അപ്പോൾ മിക്കവാറും 48 വോൾട്ടിൽ വരുന്ന പ്രൊഡക്റ്റിൽ വേറെ ചേഞ്ചസ് വരുന്നില്ല. പിന്നെ ഈക്വലന്റ് വീണ്ടും ഒരു സെല്ലും കൂടെ കൂടുതൽ സീരീസ് ചെയ്താൽ 16 സെല്ലാകുമ്പോൾ 51.2 സെൽ വരും. അപ്പൊ ഇതാണ് ഒരു ജസ്റ്റ് ജനറൽ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഒരു 120 വോൾട്ടേജ് വരെയുള്ള ബാറ്ററി പാക്സ് നമ്മൾ അസംബിൾ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഏരിയ ഇതിലെ ആപ്ലിക്കേഷൻസ് പ്രധാനമായി ലിഥിയം ഫെറോഫോസ്ഫേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്ഷ, ഫോർക്ക് ലിഫ്റ്റ്, AGV എന്ന് വെച്ചാൽ ഇപ്പൊ വരാൻ പോകുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു റോബോട്ടിക്സിന്റെ ഒരു വേറെ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ്. വലിയ ഇൻഡസ്ട്രീസിൽ ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ ഉള്ള പോലെ തന്നെ മാനുവൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ജസ്റ്റ് മെറ്റീരിയൽ മൂവ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് AGV. ഓട്ടോമേറ്റഡ് ഗൈഡഡ് പ്രീ പ്രോഗ്രാംഡ് ആണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ലോഡ് ക്യാരി ചെയ്ത് ഡെലിവറി ചെയ്യും തിരിച്ചു വരികയും ചെയ്യുന്നത് AGV. അപ്പൊ ഈ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിളിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റിന്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഓട്ടോ, പിന്നെ ഈ സ്കൂട്ടർ. ഈ മിക്കവാറും ഈ കാണിച്ച എല്ലാ ആപ്ലിക്കേഷൻസിലും ഓൾറെഡി ഹൈക്കോൺ സപ്ലൈ ചെയ്ത് മൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ഡിഫറെന്റ് ഏരിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോളാർ ഇൻവെർട്ടർ. നോർമൽ ഇൻവെർട്ടറിലും ഉപയോഗിക്കാം, സോളാർ ഇൻവെർട്ടർ ഉപയോഗിക്കാം, ഹോം UPS ഇൻവെർട്ടർ അതിനുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ വരുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. സ്ട്രീറ്റ് ലൈറ്റിൽ ഇപ്പോൾ മിക്കവാറും അനേർട്ട് ഇന്ത്യ ആണെങ്കിലും വേറൊരു ഏതൊരു ഗവൺമെന്റിന്റെയും ടെൻഡറിൽ വരുന്നത് ലിഥിയം ബാറ്ററിയാണ്. കാരണം അതിന്റെ ലൈഫ് കൂടുതലാണെന്നുള്ളതാണ് എന്റെ പ്രധാന കാരണം. കാരണം നമുക്കറിയാം ലെഡ് ആസിഡ് ബാറ്ററി, SMO ബാറ്ററി ഒക്കെ വെച്ച് സ്ട്രീറ്റ് ലൈറ്റ് പലതും വർക്ക് ചെയ്യാതെ കിടക്കുന്നത് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും അതിന്റെ ബാറ്ററിയുടെ ലൈഫ് തീരാണ്. കാരണം അതിന്റെ നമ്പർ ഓഫ് സൈക്കിൾസ് വളരെ കുറവാണ്. ലൈഫ് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വാറണ്ടിയും അതേപോലെ ഇതിന്റെ ലൈഫും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലിഥിയം ബാറ്ററി വെക്കുന്നതുകൊണ്ട് ലോങ് ലൈഫ് നമ്മുടെ ലൂമിനറിക്കും പാനലിനൊക്കെ എത്ര ആയുസ് ഉണ്ടോ അത്രയും തന്നെ ആയുസ് ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യുക, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വൺസ് സപ്ലൈ സ്റ്റേഷൻ ബാറ്ററി മാറ്റാം എന്നുള്ളതൊരു പ്രോബ്ലം തന്നെയാണ് ഏത് കമ്പനി.
ലിഥിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനീഷ്യലി കോസ്റ്റ് കൂടുതലാണെങ്കിലും ലോങ് ലൈഫ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള ഒരു ഒരു ദുഷ്പേര് ഈ ലിഥിയം ബാറ്ററി വന്നതോടുകൂടി സോളാർ സ്ട്രീറ്റ് ലൈറ്റിന് നല്ല പേര് വന്നു. കാരണം ലോങ് ലൈഫ് കിട്ടുന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ വരുന്നത് ടെലികോം ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കും. ഇനി ഞാൻ കമ്പനിയുടെ മോഡൽസിന് പോകുന്നതിന് മുമ്പ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ചു വരാം. ഒരു സെക്കൻഡ്. നമ്മുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. സാധാരണ ഈ ലിഥിയം ബാറ്ററിയിലാണെങ്കിലും നോർമൽ ബാറ്ററിയിലാണ് ഉപയോഗിക്കുന്ന ഒരു ജനറൽ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ടേംസ് യൂസ്ഡ് ഇൻ ബാറ്ററി സ്പെസിഫിക്കേഷൻസ്. അതായത് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ചാർജ് SOC എന്ന് വിളിക്കും. SOC എന്ന് പറയുന്നത് കറന്റ് സ്റ്റേറ്റ് ഓഫ് ബാറ്ററി. ഇപ്പോൾ നമ്മൾ മൊബൈലിലാണെങ്കിലും ആ പെർസെൻറ്റേജ് കാണിക്കുന്നു, എത്ര പെർസെൻറ്റേജ് ഇനി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം ഇനി അത് വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് ആണ് ബാറ്ററി. 50% ആണോ 75%? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും സ്റ്റേറ്റ് ഓഫ് ചാർജ് കാണിക്കും. ലാപ്ടോപ്പ് ആണെങ്കിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊരു മീഡിയം. പിന്നെ പറയുന്നത് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ആണ്. ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ എത്ര ഡെപ്ത് വരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ മിക്കവാറും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെവി യൂസേജ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, സപ്പോസ് ഒരു മൊബൈൽ ആണെന്ന് തന്നെ വിചാരിക്കാം, അതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 50% ആകുമ്പോൾ വീണ്ടും വൈകുന്നേരം വീണ്ടും ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മോർണിംഗ് ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 8 മണിക്ക് തിരിച്ചു വരുന്നതാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 80%, അതായത് ബാറ്ററി ബാക്കി 20% ഉള്ള അവസ്ഥ വരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടാവും ചിലപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യുന്നത്. ചിലപ്പോൾ 100% ഡിസ്ചാർജ് ചെയ്ത് ഓഫായി പോയി വീണ്ടും ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യൂസേജ് പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 50% ആകുമ്പോഴേക്കും വീണ്ടും റീചാർജ് ചെയ്യും. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് ഒരു സൈക്കിൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. സോ കോമൺലി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു 70 to 80% കഴിഞ്ഞ് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ എടുക്കുന്നതാണ്. കാരണം ബാറ്ററിയുടെ ലൈഫിന് അത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട്. സോ the amount of battery capacity that has been used, most manufacturers will specify a maximum DOD for optimal performance related to the life of the battery after repeated use. A fully discharged battery will have a shorter lifespan. നമുക്ക് എല്ലാവർക്കും അറിയാം, കംപ്ലീറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ബാറ്ററിക്ക് ലൈഫ് സ്പാൻ കുറയും എന്നുള്ളത് ഏതൊരു കെമിസ്ട്രി ആണെങ്കിലും, ആസിഡ് ആണെങ്കിലും ലിഥിയം ആണെങ്കിലും. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ ഏത് DOD, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ DOD ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എത്ര പെർസെൻറ്റേജ് നോർമലി ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് റൗണ്ട് ട്രിപ്പ് എഫിഷ്യൻസി എന്നുള്ളതാണ്. ഒരു 100 വാട്ട് കൊടുക്കുമ്പോൾ 80 വാട്ട് തിരിച്ചു കിട്ടുന്നെങ്കിൽ 80% ആണ് അതിന്റെ. സോ അതിൽ വരുന്നത് ചാർജ് ചെയ്യുമ്പോഴുള്ള ലോസും ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ലോസും വരും. സോ ദ റേഷ്യോ ഓഫ് എനർജി റിക്കവേർഡ് ഫ്രം ദ എനർജി സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് ദ എനർജി ഇൻപുട്ട് ഇൻ ടു ദ ഡിവൈസ്. അതാണ് ഇൻപുട്ട് എത്ര കൊടുക്കും, റിക്കവർ ചെയ്തത്. ലോസസ് ഇൻക്ലൂഡ് ഹീറ്റ് ലോസ് വരാം, ചാർജ് ലോസ്, ഡിസ്ചാർജ് ലോസ് എല്ലാം ഇതിൽ വരാം. സോ ഇതിന്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്.
എത്ര എനർജി നമ്മൾ കൊടുക്കും, എത്ര വാട്ട് അവർ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.8 യൂണിറ്റ് ആണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ 80% ആണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയാം. പിന്നെ വരുന്നത് സെൽഫ് ഡിസ്ചാർജ് റേറ്റ്. ബാറ്ററി വെറുതെ വെച്ച് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുന്നത് എത്ര ശതമാനം, ഒരു ദിവസം കൊണ്ട് എത്ര ശതമാനം, 10 ദിവസം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1% ആണെങ്കിൽ 10 ദിവസം കൊണ്ട് 10% പോകും. സോ അത് വെരി ഡിസ്ചാർജ് റേറ്റ് ആണ് പറയുന്നത്. സോ സെൽഫ് ഡിസ്ചാർജ് decreases the shelf life of the battery and causes them to initially have less than a full charge when actually put to use. So ഇപ്പോൾ നമ്മളൊരു സപ്ലൈ ചെയ്യാണ്, അത് ട്രാൻസിറ്റിലായിരുന്നു, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ വ്യക്തി യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു മാസത്തെ സമയം കൊണ്ട് എത്ര ഡിസ്ചാർജ് ആയി പോയി, വീണ്ടും റീചാർജ് ചെയ്യാതെ മേ ബി ഒരു 50% ഉണ്ടെങ്കിൽ, സോ ആ ഒരു ഡിസ്ചാർജ് റേറ്റ് ഓരോ ബാറ്ററിക്ക് വ്യത്യാസമുണ്ടാകും. സോ ഇതെല്ലാം നമ്മുടെ ഓരോ ബാറ്ററിക്കും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. അടുത്തതിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വോയിസ് വീഡിയോയും സാറേ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. Okay, continue. So what is a LiFePO4? നമ്മൾ കാണുന്ന ലിത്തിയം ഫെറോഫോസ്ഫേറ്റിൽ കാണുന്ന ഒരു കോഡാണ് LiFe. സെല്ലിലും ഇതിലൊക്കെ ഉണ്ടാവും. ഒരു സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ലിത്തിയം ഫെറോ എന്ന് വെച്ചാൽ അയൺ ആണ്. അയണിനെ വിളിക്കുന്ന കെമിക്കൽ ഇതിൽ വരുന്ന പേരാണ് ഫെറോ. അയൺ എന്ന് പറഞ്ഞാൽ അയോൺ അല്ല, അയൺ ആണ്, ഇരുമ്പ്. അപ്പോ ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ലിത്തിയം അയൺ ഫോസ്ഫേറ്റ് ആണ്. സോ ഇതിന്റെ കെമിക്കൽ നെയിം വരുന്നത് LI ഫോർ ലിത്തിയം, Fe ഫോർ ഫെറോ, PO ഫോർ ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫറും ഓക്സിജനും കൂടിയിട്ടാണ് ഫോസ്ഫേറ്റ്. സോ PO4 എന്നുള്ളതാണ് അതിന്റെ കെമിക്കൽ നെയിം. സോ ഓൾസോ കോൾഡ് LFP ബാറ്ററി. ഷോർട്ട് ഫോമിൽ വിത്ത് ലിത്തിയം ഫെറോഫോസ്ഫേറ്റിന്റെ ഷോർട്ട് ഫോമിൽ LFP എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററി, സ്പെസിഫിക്കലി ലിത്തിയം അയോൺ ബാറ്ററി. ഇത് ലിത്തിയം അയോൺ ഫാമിലിയാണ്. ലിത്തിയം അയോൺ ഫാമിലിയിൽ ഉള്ള ഒരുപാട് വകഭേദങ്ങളിൽ ഒരു മോഡലാണ്, ഒരു ടൈപ്പാണ് ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി, വിച്ച് യൂസസ് LiFePO4 ആസ് എ കാഥോഡ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഈ ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കാഥോഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് പറയുന്നത്. ആൻഡ് ഗ്രാഫൈറ്റ് കാർബൺ ഇലക്ട്രോഡ് വിത്ത് എ മെറ്റാലിക് കറന്റ് കളക്ടർ ഗ്രിഡ് ആസ് എൻ ആനോഡ്. ആനോഡിൽ ഉണ്ടാകുന്നത് ഒരു ഗ്രാഫൈറ്റ് കാർബൺ ഇലക്ട്രോഡ് വിത്ത് എ മെറ്റാലിക് കറന്റ് കളക്ടർ ഗ്രിഡ് ആസ് എൻ ആനോഡ്. സോ ഇതിന്റെ നമ്പർ വരുന്നത്, ഇതൊരു കോഡാണ്, ഇതിന്റെ പാർട്ട് നമ്പർ ആണ് 32650. 32650 എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ, ഈ സെല്ലിന്റെ ഡയയും അതിന്റെ ലെങ്ത്തും ആണ്. അതായത് 32 mm ഡയ, 650 mm ലെങ്ത്. അതാണ് ആ ഒരു സ്റ്റാൻഡേർഡ് സെല്ല്. ഇത് 3.2 വോൾട്ട് ആയിരിക്കും. ഇവിടെ കാണാം IFR 3.2 വോൾട്ട്, 5AH 5AH 5.5AH. സോ ഇങ്ങനെ പല മോഡൽസ് ഉണ്ടാവും. ഇതിൽ പ്രധാനം വരുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽറ്റ് ഇൻ തെർമൽ ഫ്യൂസ് ഉണ്ടാവും. എക്സ്പ്ലോഷൻ പ്രൂഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതിന്റെ കവർ വരുന്നത്. ഹൈ പ്രഷർ സേഫ്റ്റി വെന്റ് ഉണ്ടാവും. വോൾട്ടഡ് കണക്ഷൻ, ഫ്രെയിം റിട്ടാർഡന്റ് അഡിറ്റീവ് ഇലക്ട്രോലൈറ്റ് അകത്തുണ്ടാവും. ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ. ഇത്രയും സാധനങ്ങൾ ഒരു സിലിണ്ടർ ആണ്. നമ്മുടെ നോർമൽ സെല്ല് തന്നെയാണ്, സെല്ലിന്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഇത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സെല്ലിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ഗ്യാസ് റിലീസ് വാൽവ്, കാത്തോഡ് ടാബ് ഉണ്ടാവും, പോസിറ്റീവ് ഇലക്ട്രോഡും, സാധാരണ ഒരു ബാറ്ററിയിലുള്ള ആനോഡ്, കാത്തോഡ്, ഒരു ഇലക്ട്രോളിസിസ് ആണ്. എല്ലാത്തരം ബാറ്ററി ആസിഡ് ആണെങ്കിൽ, ഏത് ബാറ്ററി ആണെങ്കിലും ഇലക്ട്രോളിസിസ് പ്രോസസ് ആണ് നടക്കുന്നത്. ഒരു സേഫ്റ്റി വെന്റ് ഉണ്ടാവും. സോ ഇങ്ങനെ ഇതെല്ലാമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. സോ ലിത്തിയം സെല്ലിന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു സെല്ല് പറയുന്നത് 32650 സെല്ല് പറയും. സ്റ്റാൻഡേർഡ് വോൾട്ടേജ് 3.2 വോൾട്ടേജ് ആയിരിക്കും. നോമിനൽ കപ്പാസിറ്റി 0.5C, 4500 തൊട്ട് 5200 mAh, അതായത് 4.9 to 5.1 AH മില്ലി ആംപിയർ. മിനിമം കപ്പാസിറ്റി 4.5 AH അല്ലെങ്കിൽ 4600 mAh ഉണ്ടാവും. 4500 mAh നമുക്ക് പരിചിതമായ മൊബൈലിലൊക്കെ mAh ആണ് പറയുന്നത്, അല്ലെങ്കിൽ പവർ ബാങ്ക് അല്ല mAh പറയുന്നത്. സോ
ആൾമോസ്റ്റ് ഒരു പവർ ബാങ്കിനുള്ള കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പവർ നമ്മുടെ മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി സെല്ലിന്റെ അതേ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. പക്ഷെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. നമുക്ക് സാധാരണ മൊബൈലിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്ന ലിഥിയം പോളിമർ ബാറ്ററിയാണ്. കേസ് മെറ്റീരിയൽ വരുന്നത് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ആണ്. കെമിസ്ട്രി വരുന്നത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ LiFePO4. ഇമ്പിഡൻസ് ഇതിലൊരു ഇമ്പോർട്ടൻസ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മില്ലി ഓം ആയിരിക്കും. പിന്നെ ചാർജ് കട്ട് ഓഫ് ചാർജ് കറണ്ട് രണ്ടും പറയുന്നുണ്ട്. 3.65 പ്ലസ് ഓർ മൈനസ് 3.2 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ ഫുൾ ചാർജ് ആയിരിക്കും 3.65 വോൾട്ടേജ് വരെ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ കോൺസ്റ്റന്റ് കറണ്ട് ചാർജ് ടു 3.65 0.56 അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സി റേറ്റിംഗ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം പലർക്കും ലെഡ് ആസിഡിന്റെ കമ്പാരിസൺ C10 C20 എന്നൊക്കെ പറയുന്നത് എന്താണ് കമ്പാരിസൺ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ സ്റ്റാൻഡേർഡ് ചാർജിങ് കറണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് 1 ആംപിയർ ആണ്. സ്റ്റാൻഡേർഡ് ചാർജിങ് കറണ്ട്. മാക്സിമം ചാർജിങ് കറണ്ട് 5.5 ആംപിയർ ആണ്. അതായത് 5.5 ആംപിയർ മാക്സിമം ചാർജ് ചെയ്യാം. സോ 5 AH എന്ന് പറഞ്ഞാൽ 5.5 ആംപിയർ എന്ന് വെച്ചാൽ ഒരു 1 അവറിൽ ചാർജ് ഫുൾ ചാർജ് ചെയ്യാൻ ഒരു ആംപിയർ അവർ. 5.5 ആംപിയർ അവർ ബാറ്ററി ചാർജ്ഡ് വിത്ത് 5.5 ആംപിയർ വിത്തിൻ 1. അതാണ് എന്റെ ഒരു മാക്സിമം ചാർജ്. 1 അവറിൽ ഫുൾ ചാർജ് ചെയ്യാം. അത് മാക്സിമം കപ്പാസിറ്റിയാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് 1 ആംപിയർ. 1 ആംപിയർ വെച്ചാവുമ്പോൾ 5 മണിക്കൂറോളം ചാർജ് ചെയ്യാവുന്നതാണ്. ഡിസ്ചാർജ് കട്ട് ഓഫ് 2.5 വോൾട്ടിൽ കട്ട് ഓഫ് ആണ്. 3.2 വോൾട്ട് നോമിനൽ വോൾട്ടേജ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് വോൾട്ടേജ് 3.2 ആണ്. ഡിസ്ചാർജ് കട്ട് ഓഫ് ആവുന്നത് 2.5 വോൾട്ടിലാണ്. സോ 3.65 2.5 ഒന്ന് ഓർമ്മ വയ്ക്കുന്നതാണ്. നമുക്കിപ്പോൾ ട്യൂബ്ലർ ബാറ്ററിയിലൊക്കെ ആണെങ്കിൽ 12 വോൾട്ട് എന്ന് പറയുമ്പോൾ 13.45 വോൾട്ട് ചാർജ് കട്ട് ഓഫ് ആവുന്നത്. അതേപോലെ ഡിസ്ചാർജ് 10.5 വരെ വരും. അതിന് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. മാക്സിമം കണ്ടിന്യൂസ് ഡിസ്ചാർജ് 11 ആംപിയർ വരെ ഡിസ്ചാർജ് തീർക്കാം മാക്സിമം. പൾസ് ഡിസ്ചാർജ് കറണ്ട്, അതായത് ഒരു പെട്ടെന്നൊരു പൾസ് പോലെ ഒരു സർജ് ഡിസ്ചാർജ് ചെയ്യുന്നെങ്കിൽ 16.5 ആംപിയർ 10 സെക്കൻഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഡിസ്ചാർജ് 16.5 ആംപിയർ. സോ സൈക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ് 2000 ടൈംസ് 100% DOD 4000 ടൈംസ് 80%. ഇത്രയും സൈക്കിൾസ് നമുക്ക് ഉപയോഗിക്കാവുന്ന സെല്ലുകൾ അവൈലബിൾ ആണ്. വർക്കിംഗ് ടെമ്പറേച്ചർ 0 to 55 ഡിഗ്രി. സ്റ്റോറേജ് ടെമ്പറേച്ചർ -20 ഡിഗ്രി to 45 ഡിഗ്രി സെൽഷ്യസ്. ലെസ് ദാൻ 3 months ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. വെയിറ്റേജ് അതിന്റെ വെയിറ്റ് അബൌട്ട് 145 gram ആണ്. ഒരു സെല്ലിന്റെ ആണ് പറയുന്നത്. 3.2 വോൾട്ടിന്റെ 5 AH അതല്ലെങ്കിൽ 5000 mAh സെല്ലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 145 gram ആണ്. ഒരു സാധാരണ ചെറിയൊരു മൊബൈൽ ഫോണിന്റെ ഒരു നോർമൽ മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ആണ് 145 gram. ഡയമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ 32, ഹൈറ്റ് 667. ഇതാണ് അതിന്റെ ഡിസ്ചാർജ് പെർഫോമൻസിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതിൽ 2 ടൈപ്പിലാണ്. ഒന്ന് ഡിസ്ചാർജ് പെർഫോമൻസ് ഡിഫറെന്റ് സി റേറ്റിംഗ്. രണ്ടാമത് ഡിസ്ചാർജ് പെർഫോമൻസ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ വലിയ ഡിഫറൻസ് നമുക്ക് വരാത്തതുകൊണ്ട് ഡിഫറെന്റ് സി റേറ്റിംഗിലെ ഡിസ്ചാർജ് നോക്കാം. ഇവിടെ ഒരു സൈഡ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് ആണ്, താഴെ പെർസെൻറ്റേജ് ആണ് ഓഫ് ഡിസ്ചാർജ്. 0 എന്ന് തുടങ്ങി ഇവിടെ നമ്മൾ 2 വോൾട്ട് വരെ എത്തുന്നത് ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ ഇത് ഗ്രാജുവൽ ആയിട്ടല്ല, സ്റ്റഡി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു 80% അല്ലെങ്കിൽ 85% വരെ വോൾട്ടേജിൽ ഡിപ്പ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സ്ട്രെയിറ്റ് ആയിരിക്കും. വോൾട്ടേജ് ഡിപ്പ് വരുന്നത് 80% മുകളിൽ ഡെപ്തിലേക്ക് പോകുമ്പോഴേ പെട്ടെന്ന് താഴേക്ക് വരും ചെയ്യുന്നത്. ട്യൂബ്ലർ ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഗ്രാജുവൽ ആയിട്ട് വോൾട്ടേജ് കുറഞ്ഞു വരിക. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഡയഗണൽ ആയി. ഈ കേസിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അതിന്റെ മാക്സിമം പവറും മാക്സിമം ഔട്ട്പുട്ട് 80% വരെ ഒരേപോലെ ബാറ്ററി
ഇത് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടെമ്പറേച്ചറുകളാണ്. അതേപോലെ ഈ 0.2C, 0.5C, 1C, 3C ഏത് റേറ്റിംഗിൽ ഡിസ്ചാർജ് ചെയ്താൽ, അതായത് 0.2C എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാം, 1C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അവറിൽ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. 0.5C എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. 0.2C എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 അല്ല സോറി 0.2 എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് 0.2C എന്ന് പറയുന്നത്. സോ ഇത് ഏത് കണ്ടീഷനിലാണെങ്കിലും വലിയ ചേഞ്ചസ് വരുന്നില്ല. അതർവൈസ് നമ്മളിപ്പോ ലെഡ് ആസിഡ് ബാറ്ററി എടുക്കുകയാണെങ്കിൽ ഹെവി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കപ്പ് കാര്യമായിട്ട് കുറയാതെ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി തീരും. ഡിസഡ്വാൻറ്റേജ് ലെഡ് ആസിഡ് കമ്പാരിസണിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ലൈഫ് ടൈം പെർഫോമൻസ് ഒരു ഡൗട്ട്, 1C ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 1 അവറിൽ 2C എന്ന് പറഞ്ഞാൽ 2C എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോടെ ഡിസ്ചാർജ് ചെയ്യും. അതായത് C10 എന്ന് നമ്മള് ലെഡ് ആസിഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, C10, C20 എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ C10 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1/10 എന്നുള്ള ഇതിലാണ്, അതായത് 10 മണിക്കൂറോട് ഡിസ്ചാർജ് ചെയ്യുക. സോ C1ഉം 1Cയും സെയിം ആണ്, അതായത് 1 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. പിന്നോട്ട് പോകുമ്പോൾ അതായത് 2C എന്ന് പറയുമ്പോൾ നമ്മൾ സീന് ലെഫ്റ്റ് സൈഡിലാണ് 2 ഇടുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മൾ അര മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് 2C. 3C എന്ന് പറയുമ്പോൾ 20 മിനിറ്റ്സ്. അങ്ങനെ ഹയർ ദ C റേറ്റിംഗ് ബാക്കപ്പ് കുറഞ്ഞു വരും. അതായത് 1Cനേക്കാളും ലെഫ്റ്റ് സൈഡിലേക്ക് ഫിഗേഴ്സ് കൂടുന്തോറും ഡിസ്ചാർജ് ഫാസ്റ്റ് ആയിരിക്കും. റൈറ്റ് സൈഡിലാണ്, അതായത് C5, C10, C20 എന്ന് പറയുമ്പോൾ സ്ലോ ഡിസ്ചാർജ് ആയിരിക്കും. സ്ലോ ഡിസ്ചാർജിൽ നമ്മൾ ചെയ്യും. കറണ്ട് ഇപ്പോൾ 5 ആംപിയർ ആണെങ്കിൽ 5 AH ബാറ്ററി ആണെങ്കിൽ 5 ആംപിയറിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത 1C, 10 ആംപിയറിൽ ഡിസ്ചാർജ് ചെയ്ത 2C. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കും. സോ ഇതില് 0.2C എന്ന് പറയുമ്പോൾ ഇവിടെ 100% നിന്ന് 3000 സൈക്കിൾ വരെ കിട്ടുന്നുണ്ട്. ഇതിൽ 0.5C അര-C എന്ന് പറയുമ്പോൾ അഗൈൻ നമ്മൾ 1Cനേക്കാൾ ഹാഫ് C റേറ്റിംഗ് ആണ് എടുക്കുന്നത്. സോ അതൊരു 2500 സൈക്കിൾസ് കിട്ടുന്നു. 1Cയിലേക്ക് പോകുമ്പോൾ അത് 2000 സൈക്കിളായിട്ട് കുറയുന്നു. വീണ്ടും 3Cയിലേക്ക് പോകുമ്പോൾ 1000 സൈക്കിളായിട്ട്. സോ ഗ്രാജുവലി നമ്മൾ 3 ഇരട്ടി, അതായത് അതിന്റെ കപ്പാസിറ്റിയുടെ 3 ഇരട്ടി കറണ്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പോലും 1000 സൈക്കിൾ ലൈഫ് കിട്ടുന്നു. അതേസമയം നമ്മൾ ഈക്വലന്റ് ആയിട്ട് എടുക്കുമ്പോൾ 2000 സൈക്കിൾ, അതായത് അതിന്റെ റേറ്റഡ് കപ്പാസിറ്റി എത്രയാണോ അത്ര തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2000 സൈക്കിൾ വരെ ലൈഫ്. സോ നോമിനൽ കേസിൽ നമുക്കൊരു ലിഥിയം ബാറ്ററിയുടെ ലൈഫ് സൈക്കിള് 2000 സൈക്കിൾ എന്ന് എടുക്കാം. 2000 സൈക്കിൾ എന്ന് പറയുമ്പോൾ റഫ്ലി ഒരു 365 ദിവസം ഉപയോഗിക്കുന്ന ഒരു പർപ്പസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അറിയാം ഏകദേശം നമ്മൾ 365 സൈക്കിൾ, ഒരു വർഷം 365 സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ 2000 ഡിവൈഡഡ് ബൈ 365. സോ ആൾമോസ്റ്റ് 5.5 വർഷം കിട്ടുന്നു. അതേസമയം നമ്മൾ ഫുൾ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ലൈഫ് പിന്നെയും കൂടും. 80% ഡിസ്ചാർജ് ചെയ്യുന്ന കേസിലാണ് ഈ പറയുന്ന 5 വർഷം. അതുകൊണ്ടാണ് വാറണ്ടി 5 വർഷമായിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോർമൽ ആപ്ലിക്കേഷനിൽ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കുറവായിരിക്കും. കാരണം 2 ഡേ 3 ഡേ ഓട്ടോണമി കൊടുക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റുള്ള UPS-കളാണ് വരുന്നത്. അതേപോലെ കമ്പ്യൂട്ടറും UPS-ഉം പല സ്ഥലത്തും നമ്മൾ മുഴുവൻ എല്ലാ ദിവസവും എല്ലാ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യാതെ ഒരുപാട് ദിവസങ്ങൾ വരുന്നത്. സോ 2000 സൈക്കിൾ ഒരു 200 സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് 10 വർഷം ഇതിന് ലൈഫ് കിട്ടും. അതിലും കുറവ് വരുന്ന കേസസും ഉണ്ട്. 3000 സൈക്കിൾ എന്ന് പറയുമ്പോൾ 0.2C ഉപയോഗിക്കും. ഇനി ഇതിനെ
DOD-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ കൂടി ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിന്റെ കണക്ഷൻസ് ആണ്, സീരീസും പാരലൽ കണക്ഷൻ ആണ്. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 numbers സീരീസും 3 numbers പാരലൽ ആണ്. 4 numbers സീരീസ് ചെയ്യുമ്പോൾ 3.2 volt into 4 എന്ന് പറയുമ്പോൾ 3.2 into 4 12.8 വോൾട്ടേജ് കിട്ടും. അതേപോലെ ഒരു സെല്ല് പാരലി 3 സെല്ലുകൾ പാരൽ ചെയ്തിട്ടുണ്ട്. 3 സെല്ലുകൾ പാരൽ 5AH-ന്റെ 3 നമ്മൾ ഉപയോഗിക്കുന്നത്. 5AH, 5.5, 6AH അങ്ങനെ പല സെല്ലുകൾ അവൈലബിൾ ആണ്. 5AH ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട് 3.25 into 4 numbers in series 12.8 AH 5AH വോൾട്ട് 5AH ആയി. അത് തന്നെ 12.8 വോൾട്ട് 5AH-ന്റെ 3 പാരലും കൂടി ആകുമ്പോൾ 12.8 വോൾട്ട് 15AH ആയി. ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു സീൽഡ് മെയിൻ്റനൻസ് സം ഓഫ് ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി 12 വോൾട്ട് 15 AH-ന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആണ് ഈ കാണുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3 പാരലും 4 സീരീസും കണക്ട് ചെയ്യുമ്പോൾ 12.8 വോൾട്ട് 15AH സെല്ല് നമുക്ക് കിട്ടും. ഇതിനെയാണ് ഒരു ബാറ്ററി പാക്ക് ആയിട്ട് ചെയ്യുന്നത്. ഏകദേശം സൈസ് പറയുന്നത് നമ്മൾ 7 ആംപിയർ അവറിന്റെ ബാറ്ററിയുടെ വലുപ്പം ഉണ്ടാവും. ഇതിൽ 15AH കപ്പാസിറ്റി. ബാറ്ററി പാക്ക് ചെയ്യുന്നതിന്റെ ഒരു മോഡൽസ് ആണ്. ഇതാണ് അതിന്റെ അസംബ്ലി വരുന്നത്. നെറ്റും ബോൾട്ടും ഉപയോഗിച്ച് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ അസംബിൾ ചെയ്തിട്ട് BMS കൂടെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് സെൽ ബാലൻസിങ് ഒരുപാട് പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഈ സെല്ല് വരുന്നത്. ഈ അസംബിൾ ചെയ്യുന്ന എല്ലാ സെല്ലും ഒരേ ടൈപ്പ് ആയിരിക്കണം. സോ ഇത് ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് സെല്ലിന്റെ ക്യാബിനറ്റ്, പിന്നെ BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BMS-ന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ബാറ്ററിയുടെ ലൈഫ്, അതേപോലെ സേഫ്റ്റി എല്ലാം അതിലുള്ളത്. പിന്നെ കേബിൾസും വയർ, ഫ്യൂൽ ഗേജ് എന്ന് പറഞ്ഞൊരു പിന്നെ കൂളോമീറ്റർ ഉണ്ട്. കൂളോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് പെർസെന്റേജ് ഉള്ളത്, എത്ര AH ബാക്കിയുണ്ട് എല്ലാം. കസ്റ്റമൈസ്ഡ് ഡിസൈൻ പോസിബിൾ ആണ്. ഇപ്പോൾ ഈ വെഹിക്കിൾസിനൊക്കെ ആണെങ്കിൽ ഉള്ള സ്പേസിനെ ബേസ് ചെയ്തിട്ട് ക്യാബിനറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കവർ ടൈപ്പ് പല ഡിഫറെന്റ് മോഡൽസ് ആണ്. ഇത് പ്രിസ്മാറ്റിക് സെൽസ് ആണ്. വലിയ കപ്പാസിറ്റി ബാറ്ററി ആവശ്യം വരുമ്പോൾ പ്രിസ്മാറ്റിക് സെൽ ഉപയോഗിക്കുന്നു. സിലിണ്ടറിക്കിനേക്കാളും കുറച്ചുകൂടി കപ്പാസിറ്റി വലിയ കപ്പാസിറ്റികൾക്ക് ഉപയോഗിക്കുന്നു. ഇതിന്റെ C റേറ്റിംഗിനെ കുറിച്ച് ഒരു ഡൗട്ടും ചോദിച്ചു. സോ ഈ 0.05 C എന്ന് പറയുന്നതാണ് ആക്ച്വലി C20. നമ്മൾ സാധാരണ സോളാർ ബാറ്ററി അല്ലെങ്കിൽ ട്യൂബുലർ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഇത് C10 or C20 ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ C20 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് C റേറ്റിംഗ് ഇത് 0.05 C ആണ്. അതായത് ഒരു എക്സാമ്പിൾ 100 AH ബാറ്ററി 100 AH കപ്പാസിറ്റി ആണ് റേറ്റ് ചെയ്യുന്നത്. റേറ്റഡ് കപ്പാസിറ്റി 100 AH എന്നാണ് അതിന് വിളിക്കുന്നത് തന്നെ. സോ 100 AH ആണെങ്കിൽ C റേറ്റ് ഇൻറ്റു ആംപിയർ ആണ്. സോ നമ്മുടെ റേറ്റഡ് കപ്പാസിറ്റി ഇൻറ്റു C റേറ്റിംഗ് അടിക്കുമ്പോൾ കിട്ടുന്നതാണ്. സോ 5 ആംപിയർ ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 20 അവർ കിട്ടും. 20 അവർ ബാക്ക് 20 അവർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ടാണ് ഇതിനെ C20 എന്ന് വിളിക്കുന്നത്. സോ 100 ആംപിയർ അവർ ബാറ്ററിയെ 5 ആംപിയർ വെച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 20 അവർ ബാക്കപ്പ് കിട്ടുന്നു. അതാണ് C20 ബാറ്ററി. ഇത് തന്നെ നമ്മൾ 0.1 C വെച്ച് അല്ലെങ്കിൽ C10 എന്ന് പറയുന്നതാണ് 0.1 C അല്ലെങ്കിൽ 1/10. സോ അത് വരുമ്പോൾ 100 ആംപിയർ അവർ ബാറ്ററിയെ 10 ആംപിയർ വെച്ച് ഡിസ്ചാർജ് ചെയ്യാം. സോ 10 അവർ ബാക്കപ്പ് ആണ് കിട്ടുന്നത്. 10 അവർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്തെടുക്കാമെന്ന് പറയും. സോ അതിനെയാണ് C10 എന്ന് വിളിക്കുന്നത്. സോ ഇത് ഹയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് C5 ആണ്. C5 എന്ന് പറയുമ്പോൾ വീണ്ടും കാണാം 20 ആംപിയർ ഡിസ്ചാർജ് ചെയ്യണം. 5 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. C3 ആണെങ്കിൽ 30 ആംപിയർ 0.3 C എന്ന് പറയാം. അത് 30 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 3.3 മണിക്കൂർ. C2 50 ആംപിയർ 100 ആംപിയർ ഒരു ബാറ്ററിയിൽ 50 ആംപിയർ ഡിസ്ചാർജ് ചെയ്തപ്പോൾ 2 hours ആണ് ഡിസ്ചാർജിങ് ടൈം വരുന്നത്. C1 or 1C ഇത് രണ്ടും സെയിം ആയി. C1 1C എന്ന് പറഞ്ഞാൽ 100 ആംപിയർ അവർ ബാറ്ററി 100 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 1 hour.
ആംബിയർ ഇൻറ്റു അവർ ആണല്ലോ AH കപ്പാസിറ്റി. സോ 100 ആംബിയർ അവർ എന്ന് പറഞ്ഞാൽ 100 ആംബിയർ ഇൻറ്റു 1 അവർ ആണ്. സോ 100 ആംബിയർ 1 അവർ ഡിസ്ചാർജ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1 അവർ. സോ ഇനി 2C എന്നുണ്ട്, അതായത് 100 ആംബിയറിൽ നിന്ന് 200 ആംബിയർ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വണ്ടികൾക്കൊക്കെ ആവശ്യം വരുന്നതാണ്. കാരണം സ്റ്റാർട്ടിങ് കറണ്ട് ഇപ്പൊ നമ്മളൊരു 100 ആംബിയറിന്റെ ബാറ്ററി കൊടുക്കുന്നു, അതില് ഈ ഓട്ടോ ആണെന്ന് വിചാരിക്കുക, ഒരു മോട്ടോറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആംബിയർ റേറ്റിംഗ് 100 ആംബിയർ ആയിരിക്കും മാക്സിമം വരെ. പക്ഷെ ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ എടുക്കുന്ന അഡീഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ ആയിരിക്കും. അപ്പൊ 200 ആംബിയർ വരെ വരാം. സോ അങ്ങനെ 200 ആംബിയറിൽ ഡിസ്ചാർജ് ചെയ്യുന്ന 2C എന്ന് വിളിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്താൽ 30 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു 100 ആംബിയർ 100 ആംബിയർ അവർ ബാറ്ററി വെച്ച് 200 ആംബിയർ ഡിസ്ചാർജ് ചെയ്യുന്നത് 30 മിനിറ്റ്സ് ആണ്. അതേപോലെ 3C എന്ന് പറയുമ്പോൾ വീണ്ടും 100 ആംബിയർ അവറിന് 300 ആംബിയർ ഡിസ്ചാർജ് 20 മിനിറ്റ്സ്. ഈ ഒരു ചാർട്ടിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും കുറച്ചുകൂടി സി റേറ്റിംഗും ഡിസ്ചാർജ് കറണ്ടും അവർ ആംബിയർ അവർ എന്ന് പറയുന്നത് എത്ര ആംബിയർ എത്ര മണിക്കൂർ എന്നുള്ളത് കാണിക്കാനാണ്. വോൾട്ടേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ VAH ആയി അല്ലെങ്കിൽ കിലോ വാട്ട് അവർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാം, നമ്മുടെ യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റും. ഇനി വരുന്നത് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ആണ്, DOD. സോ DODയിൽ വരുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് എ ലിത്തിയം ബാറ്ററി. എത്രയാണ് ഇതിന്റെ നോർമൽ ലിത്തിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നത്? സോ 100% DODയിലാണെങ്കിൽ 2000 സൈക്കിൾസ് ആണ്. സോ അതിന്റെ എക്സ്പെക്ടഡ് ലൈഫ് അപ്രോക്സിമേറ്റ്ലി 5 വർഷം. സോ നമ്മൾ പറഞ്ഞ 2000 സൈക്കിൾസ് 365 ദിവസം ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ലൈഫ് പറയുന്നത്. സോ 100% ഡിസ്ചാർജ് ചെയ്താൽ പോലും 2000 സൈക്കിൾസ് കിട്ടും. അതുകൊണ്ട് തന്നെ 5 വർഷം അതിന് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5 വർഷം വാറണ്ടി. സോ നെക്സ്റ്റ് വരുന്നത് 90% ആണെങ്കിൽ 2300 കിട്ടും, 80% ആണെങ്കിൽ 2500 കിട്ടും, 70%. സോ 80%-ിലേക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 70% DOD വരെ പോകുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് റയർ കേസുകൾ. സോ അങ്ങനെ വരുമ്പോൾ 10 വർഷം വരെ ഇതിന് ലൈഫ് കിട്ടും. 3571 സൈക്കിൾസ് കിട്ടും. അങ്ങനെ വരുമ്പോൾ 10 വർഷം വരെ ലൈഫ് കിട്ടും. അത് തന്നെ ഇനിയും ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കുറയുന്നതിനനുസരിച്ചിട്ട് 14, 17, 23 വർഷം വരെ ലൈഫ് കിട്ടുന്നു. പക്ഷെ 50% വരെ മാക്സിമം എടുക്കാൻ പറ്റില്ല. 50% ഡിസ്ചാർജ് ചെയ്യാത്ത ഒരു യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഫുൾ യൂസേജ് എന്ന് പറയാൻ പറ്റില്ല. സോ ലെറ്റ് us assume 50% ഡിസ്ചാർജ് ചെയ്യുമെങ്കിൽ we can get 5000 life cycles. So it can last up to 14 years. So 10 to 14 years വരെ ലൈഫ് ഉള്ള ബാറ്ററി ആണ് പറയാം, ബട്ട് വിത്ത് കണ്ടീഷൻ. സോ 80% അല്ലെങ്കിൽ 75% ആണ് 7 വർഷം, 7 to 100% ആണെങ്കിൽ പോലും 5 വർഷം ലൈഫ് ഷുവർ ആണ്. പക്ഷെ അതേസമയം ഇതേ കണ്ടീഷനിൽ നമ്മളൊരു സീൽഡ് മെയിൻസ് അല്ലെങ്കിൽ ഡസൻ ബാറ്ററി ഉപയോഗിച്ചാൽ 1-2 വർഷം നമുക്കിത്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റും ഇഷ്യൂസ് പെട്ടെന്ന് തന്നെ വരുന്നത്. ഇത് ഡിഫറെന്റ് ആപ്ലിക്കേഷനിൽ വരുന്ന യൂസേജ് പാറ്റേൺ വെച്ചിട്ട് തന്നെ. സോ ലൈഫ് സൈക്കിൾ ഓഫ് ലിത്തിയം ബാറ്ററി 2000 സൈക്കിൾ. ആപ്ലിക്കേഷൻ EV ആണെങ്കിൽ സോ ഒരു വീക്കിൽ നമ്മളൊരു 3 സൈക്കിൾസ് പെർ ഡേ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഒരു 21 സൈക്കിൾ ഒരാഴ്ച ഉപയോഗിക്കും. മന്ത്ലി അത് 84 സൈക്കിളാണ്. സോ എക്സ്പെക്ടഡ് ലൈഫ് 3 വർഷമായിരിക്കും. അത് തന്നെ 14 സൈക്കിൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ മന്ത്ലി ഒരു 56 സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അത് 4 വർഷം ലൈഫ്. ഇത് തന്നെ ഒരു സോളാർ പ്രൊഡക്റ്റ് ആണെങ്കിൽ 1 സൈക്കിൾ പെർ ഡേ തന്നെ നമ്മൾ എടുക്കാം. കാരണം ആഴ്ചയിൽ 7 ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് 28 സൈക്കിളാണ്. സോ 8 ഇയേഴ്സിന്റെ ലൈഫ്. സോ അഗൈൻ അത് കുറഞ്ഞ നമ്പർ ഓഫ് സൈക്കിൾസ് കുറഞ്ഞ ലൈഫ് കൊടുക്കുന്നതാണ്. ഇൻവെർട്ടറിൽ UPS ഓർ ഇൻവെർട്ടറിൽ 2200 അത് തന്നെയാണ് ലൈഫ് സൈക്കിൾ. കോം സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ വീക്ക് പെർ മന്ത് അതിന് ബേസ് ചെയ്തിട്ടുള്ള ലൈഫ് ആണ്. സോ അസ്യൂം ചെയ്യാം ഒരു 4 ദിവസം നമ്മൾ കറണ്ട് പോയ ഒരാഴ്ചയിൽ ഇൻവെർട്ടർ ഉപയോഗിച്ച് 4 days നമ്മൾ ഒരു ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി നമുക്കൊരു 16 ദിവസത്തെ സൈക്കിൾ 16 സൈക്കിൾ യൂസ് ചെയ്യുന്നു. 13 വർഷം നമുക്ക് ലൈഫ്. അത് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ കറണ്ട് പോകുകയാണെങ്കിൽ
50 വർഷം വരെ ലൈഫ് കിട്ടും. പക്ഷെ നമ്മളതൊരു ആയിട്ട് എടുക്കുന്ന ടോട്ടൽ ഓവറോൾ അങ്ങനെ ഒരു theoretical calculation. So let us assume maybe 13 solar inverter application of 13 to 15 years the life returns are battery. ഇതിന് മുമ്പിലത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ പ്ലീസ്? ഇതിന് മുമ്പിലത്തത് ഇതിനു മുമ്പ് ഇതാണ് നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ 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 താങ്ക് യു. സാറേ, ഈ ലെഡ് ആസിഡ് ബാറ്ററി എപ്പോഴും 100% ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പ്രോബ്ലംസ് വരുന്നതായിട്ട് കാണാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് അത് ഫുള്ളി ഡിസ്ചാർജ് ആവണമെന്ന് പറയുന്നുണ്ട്. ലിഥിയം ബാറ്ററിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എപ്പോഴും 90% മുകളിൽ ചാർജ് നിന്നുകൊണ്ട് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ലൈഫിൽ? അങ്ങനെയൊന്നുമില്ല. 90% ഇപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് പറയാം ഒരു 50-60% ചാർജ് ആവശ്യമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതർവൈസ് കാരണം ഒരു ഫുള്ളി ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അത് ഔട്ട്പുട്ട് ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു മിസ്യൂസ് വരികയാണെങ്കിൽ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഫുള്ളി ചാർജ് ചെയ്യണ്ട എന്നുള്ളൊരു ഇത് വെക്കാം. അല്ലാത്ത പക്ഷം വേറെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരുന്ന ഒരു പ്രോബ്ലം വരും. നമ്മളിപ്പോ ഒരു ലെഡ് ബാറ്ററി പണ്ട് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന ചാർജ് ചെയ്യാതെയൊക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സൈറ്റിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. സോ അതർവൈസ് ചാർജ് ചെയ്തു വെച്ചത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ഒരു 90% താഴെ ഒരിക്കലും ഈ ബാറ്ററിയുടെ ചാർജ് താഴെ പോകുന്നില്ലാത്തൊരവസ്ഥയ്ക്ക് അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 10% ഡിസ്ചാർജ് എപ്പോഴും സംഭവിക്കുന്നുള്ളൂ എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ അഫക്ട് ചെയ്യും. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആവശ്യമാണ്. അതാണ് ഓക്കെ എനിക്ക് മനസ്സിലായി. അതായത് ഒരു മെമ്മറി എഫക്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഡിസ്ചാർജ് ചെയ്യാതെ വെച്ചാൽ ആ ഒരു കപ്പാസിറ്റി തന്നെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അല്ലെ. അതിന്റെ 50% മാത്രം സ്ഥിരമായിട്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരുന്ന 50% കപ്പാസിറ്റി ആയിട്ട് മാറും എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ലെ. ഡിസ്ചാർജ് ചെയ്യാതിരുന്നാൽ ബാറ്ററി കേടാവുന്നുള്ള ഒരു പ്രോബ്ലം അല്ലേ? അതെ. അതില്ല. അത് ശരിക്കും നമ്മുടെ ഈ ഒരു ലിഥിയം കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് സ്ലൈഡ് കഴിയുമ്പോൾ അത് മിക്കവാറും അത് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കുറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അങ്ങനെ ഒരു പ്രോബ്ലം ലിഥ്യത്തിന് ഇല്ല. ഓക്കെ. സോ ഇപ്പൊ തന്നെ വന്നു നമ്മുടെ കമ്പാരിസണിലേക്ക് എത്തിയിട്ടുണ്ട് സ്ലൈഡ്. ട്യൂബുലർ SMF നമ്മൾ വിളിക്കുന്നത്. ഇപ്പുറത്ത് LFP ബാറ്ററി ഉണ്ട്. സോ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണ്. ജെൽ ഇലക്ട്രോലൈറ്റ് ആണ് SMF ഉപയോഗിക്കുന്നത്. മറ്റേ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ടില്ല. അതായത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പവർ 30 to 50 Wh/kg ആണ്. അതേസമയം നമുക്ക് സ്പെസിഫിക് പവർ 90 to 120 Wh/kg, അതായത് 3 ഇരട്ടിയോളം പവർ കിട്ടുന്നുണ്ട്. അതായത് ഒരു സെയിം സൈസ് സ്പെസിഫിക് പവർ എന്ന് പറയുന്ന ഒരു വെയിറ്റ് ആണ്. നമ്മളിപ്പോ 10 കിലോയിൽ അല്ലെങ്കിൽ 15 കിലോയിൽ നിന്ന് കിട്ടുന്ന വാട്ട് അവർ എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 15 kg വെയിറ്റ് എടുക്കുകയാണെങ്കിൽ, 15 kg വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കിലോ വാട്ട് അവർ കിട്ടും. ഒരു കിലോ വാട്ട് അവറിന് ഈക്വലന്റ് ആയിട്ട്, അതായത് നമുക്കൊരു 12 വോൾട്ടിന്റെ ഒരു 80 AH ബാറ്ററിയുടെ അത്രയും പവർ കിട്ടാനായിട്ട്, അത്രയും ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമുക്ക് 15 കിലോ വെയിറ്റ് ആവശ്യം. അതേസമയം നമ്മൾ 80 AH SMF അല്ലെങ്കിൽ ട്യൂബുലർ ബാറ്ററിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും നമുക്കറിയാം. ഒരു 35 മുതൽ ഒരു 40 കിലോ വെയിറ്റ് തീർച്ചയായും ഉണ്ടാവും. സോ അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണെങ്കിൽ ഒരു 1/3 വെയിറ്റേ വരുന്നുള്ളൂ. സെയിം കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി 1/3 വെയിറ്റേ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സ്പെസിഫിക് പവർ എന്നുള്ള കമ്പാരിസൺ. സൈസ് നാച്ചുറലി ട്യൂബുലർ SMF ഒക്കെ ബിഗർ ആയിരിക്കും, ഇതിൽ സ്മോളർ ആയിരിക്കും. അതുകൊണ്ടാണ് 1/3 ഓഫ് വെയിറ്റും അതേപോലെ ഒരു പകുതിയോളം വെയിറ്റേ ഉണ്ടാവുള്ളൂ ട്യൂബുലർ SMF ബാറ്ററി. ഇന്റേണൽ റെസിസ്റ്റൻസ് മോഡറേറ്റ് ആണ്, ഇത് വളരെ ലോ ആയിരിക്കും. ലൈഫ് സൈക്കിൾ ഓഫ് ട്യൂബുലർ ഓർ SMF will be 600 to 1200 സൈക്കിൾസ്. ഇത് 2000 to 2500 സൈക്കിൾസ് കിട്ടും. ലൈഫ് സൈക്കിൾ ഇൻ ഇയേഴ്സ്, അതായത് 30% DOD
5 to 7 years to put a 10 to 15 years life cycle. Trickle voltage ഉണ്ട് ഇവിടെ ട്രിക്കിൾ വോൾട്ടേജ് നമ്മൾ ആവശ്യം വരുന്നില്ല. ചാർജിങ് ടൈം 8 to 10 hours ആണ് ചാർജിങ് ടൈം വരുന്നത് ലെഡ് ആസിഡ് ട്യൂബുലർ ബാറ്ററി. പക്ഷേ ഇത് 1 hour ചാർജ് ചെയ്തെടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ. സെൽഫ് ഡിസ്ചാർജ് വളരെ ഹൈ ആണ് ട്യൂബുലർ എസ്എംഎഫ്. ഇത് കമ്പയർഡ് ടു ട്യൂബുലർ എസ്എംഎഫ് വളരെ ലോ ആണ് ലിഥിയം ബാറ്ററിയിൽ. എനർജി കൺസംഷൻ, അതായത് ഡ്യൂ ടു ഫ്ലോട്ട് ചാർജിങ് ട്രിപ്പിൾ ചാർജിങ് ഒക്കെ ഉള്ളത് കൊണ്ട് എനർജി ഫ്ലോട്ട് ചാർജിങ് വേണ്ടി വരുന്നത് കൊണ്ട് എനർജി കൺസംഷൻ വളരെ കൂടുതലാണ് നോർമൽ ബാറ്ററി. നമ്മളിപ്പോ പവർ സേവിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരാണ്. ഇപ്പൊ നമ്മൾ ട്യൂബുലർ ബാറ്ററി ഉപയോഗിക്കുന്ന വീടുകളിൽ ഇതിന്റെ സെൽഫ് ഡിസ്ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ചാർജിങ് ഇലക്ട്രിക്കൽ ചാർജിങ് ആവശ്യമായി വരും. അപ്പൊ അതിനൊരു പവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഇതിൽ അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ട് ഒരു 90% എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അപ്പൊ 90% ലെസ് കമ്പയർഡ് ടു ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അതുവഴിയും ഒരു പവർ സേവിങ് ഉണ്ട്. നമ്മൾ വീടുകളിൽ ഇൻവെർട്ടറോ അല്ലെങ്കിൽ സോളാർ ഇൻവെർട്ടറോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈവൻ സ്ട്രീറ്റ് ലൈറ്റിനാണെങ്കിലും സെൽഫ് ഡിസ്ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഈ ട്രിക്കിൾ ചാർജിങ്ങും ഫ്ലോട്ട് ചാർജിങ്ങും ഒഴിവാകും. അത് ഒഴിവാകുന്നത് കൊണ്ട് വളരെ നല്ലൊരു പവർ സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലിഥിയം ബാറ്ററി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ടോക്സിസിറ്റി കൂടുതലാണ്, ഇത് വളരെ ലോ ആണ്. ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഹസാർഡ്സും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് കൂടുതലാണ്, പക്ഷേ ലിഥിയം ബാറ്ററിക്ക് വളരെ കുറവാണ്. നെക്സ്റ്റ് സ്ലൈഡ്. Comparison on LFP and other types. Rated capacity നേരത്തെ പറഞ്ഞാൽ C20 100% ഓഫ് റേറ്റ് ഉണ്ട്, 100% ആണ്. പക്ഷെ ഇവിടെ C10ലേക്ക് പോകുമ്പോൾ 88% റേറ്റഡ് കപ്പാസിറ്റി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു C10ലേക്ക് പോകുമ്പോൾ. പക്ഷെ ഇവിടെ ലിഥിയം ആവുമ്പോൾ 100% തന്നെ ചെയ്യാം. C5ലേക്ക് റേറ്റ് ചെയ്താലും 100% തന്നെ കിട്ടുന്നു, ഇവിടെ 80% ആണ്. വീണ്ടും C3ലേക്ക് പോകുമ്പോൾ 75% റേറ്റഡ് കപ്പാസിറ്റി ആയിട്ട് കുറയും. അത് ലിഥിയം ബാറ്ററിയിൽ 100% തന്നെയാണ്. 2Cയിൽ എത്തുമ്പോഴാണ് ചെറുതായിട്ടെങ്കിലും മാറ്റം വരുന്നത്. അപ് ടു റേറ്റഡ് കപ്പാസിറ്റി അറ്റ് 2C വരുമ്പോൾ 50% ഓഫ് ദ റേറ്റഡ് കപ്പാസിറ്റി ആയി കുറയും ട്യൂബുലർ ബാറ്ററിക്ക്. ബട്ട് ലിഥിയം ബാറ്ററി ആകുമ്പോൾ 98% എപ്പോഴും റേറ്റഡ് കപ്പാസിറ്റി. റൗണ്ട് ട്രിപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 50 to 70% ആണ് ട്യൂബുലർ ബാറ്ററി. ബട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിനെ സംബന്ധിച്ചോളം 99% ആയിരിക്കും. അതായത് ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50%, 70% വരെ മാക്സിമം കിട്ടുന്നു. 20% മാക്സിമം 30% ലോസ് ഉണ്ടെന്ന്. ഇവിടെ 99% എഫിഷ്യൻസി ഉണ്ട്. ദാറ്റ് മീൻസ് ഓൺലി വി ആർ ലുക്കിംഗ് 1%. സോ കോസ്റ്റ് വിൽ ബി വെരി ലോ, ബട്ട് lithium perophosphate definitely price will be high. Compared to life cycle and savings, it is equivalent or lesser than tubular battery. ലോങ് ടൈമിൽ ആണ് നമ്മളിത് കമ്പയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ലൈഫ് സൈക്കിളും ഇതിന്റെ സേവിങ്സ്, എനർജി സേവിങ്, സൈസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ലെസ് ആണ് കോസ്റ്റ്. അപ്ലിക്കേഷൻ ആസ് യൂഷ്വൽ ഇൻവെർട്ടർ, UPS ആൻഡ് ഈ തന്നെയാണ്. മറ്റതിൽ ഇലക്ട്രിക് EVയും കൂടെ. EVയിൽ നോർമലി ലെഡ് ആസിഡ് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മാറി വരുന്നുണ്ട്, ട്രെൻഡ് മാറി വരുന്നുണ്ട്. കോസ്റ്റ് കൂടിയാലും ലിഥിയം ബാറ്ററിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വരുന്ന കാറുകളും ടാറ്റ നെക്സോൺ ഉള്ളതെല്ലാം ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് നോക്കുന്നത്. അതിൽ ലെഡ് ആസിഡ് LFP ഉണ്ട്, NMC എന്ന് പറഞ്ഞ വേറൊരു കെമിസ്ട്രി ഉണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത സ്ലൈഡിൽ. വേറൊരു ജനറൽ കമ്പാരിസൺ ആണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആൻഡ് ലെഡ് ആസിഡുമായിട്ട്. LFP സേഫ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, റീസൈക്ലബിൾ ആണ്. LFP നോട്ട് കണ്ടെയ്നിങ് മെർക്കുറി, കാഡ്മിയം ഓർ ലെഡ്, പൊല്യൂഷൻ ഇല്ല. ഇതില് ലെഡ് ആസിഡ് വേഴ്സസ് LFP മോർ എനർജി ഡെൻസിറ്റി കൂടുതലാണ്. സെയിം കപ്പാസിറ്റി അല്ലെങ്കിൽ സെയിം സൈസിൽ പവർ കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് മോർ എനർജി ഡെൻസിറ്റി എന്ന് ഇതിൽ പറയുന്നത്. അതേപോലെ ചാർജിങ് ടൈം ലെഡ് ആസിഡ് ബാറ്ററിനേക്കാളും ലെഡ് ആസിഡ് ബാറ്ററിനേക്കാൾ 8 times ഫാസ്റ്റർ ചാർജിങ് പോസിബിൾ ആണ് ലിഥിയം ബാറ്ററിക്ക്. അതായത് 8 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചാർജിങ് കിട്ടും.
കമ്പാരിസൺ മോർ എഫിഷ്യൻസി ദാൻ, അതായത് യൂസബിൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് 45 to 50 ആണ് lead acid. അതേസമയം ലിഥിയത്തിലെ 80 to 100% യൂസബിൾ ആയിട്ട് തന്നെ സോളാർ ആപ്ലിക്കേഷന് വളരെ ഐഡിയൽ ആണ്. ഇതിന്റെ ലൈഫിന്റെ ഒരു ആമറോൺ ബാറ്ററിയുടെ ലൈഫ് സൈക്കിളാണ്. 100% DOD 200 സൈക്കിൾസ് ആണ് ആമറോണിന്റെ ലെഡ് ആസിഡ് ബാറ്ററി പറയുന്നത്. 50% DOD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടാൻ പോകുന്നത് 600 സൈക്കിളാണ്. 50% DOD ഡിസ്ചാർജ് ആണെങ്കിൽ 600, 30% DOD ആണെങ്കിലാണ് 1200 സൈക്കിൾ കിട്ടുന്നത്. ആമറോൺ ക്വാണ്ട എന്ന് പറയുന്ന സം ഓഫ് ബാറ്ററി ആണ്. 30% DOD വെച്ചാലേ നമുക്ക് 1200, അതായത് ഒരു 3 ഇരട്ടി ആക്ച്വൽ വേണ്ടതിന് 3 ഇരട്ടി കപ്പാസിറ്റിയുടെ ബാറ്ററി ഉപയോഗിക്കുമ്പോഴേ 1200 സൈക്കിൾ കിട്ടുന്നു. അതേസമയം 2000 സൈക്കിൾ ലിഥിയം ബാറ്ററിയിൽ കിട്ടുന്നത് 80% വരെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. 50%-ലാണെങ്കിൽ 2500 to 3000 വരെ സൈക്കിൾ ഓഫ് റേഞ്ച്. ഇവിടെ 50% DOD 600 സൈക്കിളെ കിട്ടുന്നു. പിന്നെ വരുന്നത് ഇത് EP സീരീസ് എക്സൈഡിന്റെ SMF ബാറ്ററിയുടെ ഒരു C റേറ്റിംഗ് ചാർട്ടാണ്. ഇത് ബ്രോഷറിലുള്ളതാണ്. കാറ്റലോഗിൽ നമുക്ക് കാണാം. Age capacity, different 10 hours, 20 hours, 3 hours, 1.5 hours. So there is suppose നമ്മളായിട്ട് താഴെയുള്ളത് എടുക്കാം. 200 ബാറ്ററി 200 ബാറ്ററി 20 hour റേറ്റിംഗിലാണ് 200 കിട്ടുന്നത്. ഏറ്റവും താഴത്തെ 12 volt. അത് തന്നെ നമ്മൾ 10 hourലേക്ക് പോകുമ്പോൾ 182 ആയി കുറയും. 3 hour ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 150 ആയിട്ട് കുറയും. 1.5 hourലാണ് ഡിസ്ചാർജ് 144 ആയിട്ട്, 1 hourലാണെങ്കിൽ 120 ആയിട്ട് കുറയും. സോ 60% ആയി കുറഞ്ഞു നമ്മൾ 1 hour ഡിസ്ചാർജ് ചെയ്യണം. ഇതേപോലെ 100 കൊടുക്കുകയാണെങ്കിൽ 100 നമ്മൾ 20 hours ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് 100 ആംപിയർ വരെ. അത് നമ്മൾ 1 hour ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 60 ആംപിയർ വരെ കിട്ടും. 30 minutes പിന്നെയും 50% ആയിരിക്കും. 50 ഇതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇത് നമുക്ക് ലിഥിയം ബാറ്ററി വെച്ച് മറികടക്കാൻ പറ്റുന്നു. നേരത്തെ ഇതിൽ കാണിച്ചിരുന്നു. ഒരു ഓൺലൈൻ UPS, ഒരു ഗ്രീൻ UPS എന്ന മോഡൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പവർ കൺസംഷൻ കമ്പാരിസൺ ആണ് എടുക്കുന്നത്. സോ ഒരു ഗ്രീൻ UPS അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫ്ലൈൻ UPS ആണ് ഗ്രീൻ UPS എന്ന് പറയുന്നത്. വിത്ത് ലിഥിയം ബാറ്ററി നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ 3 കമ്പ്യൂട്ടർ വെച്ച് ഒരു 1 kVA UPS-ൽ 3 കമ്പ്യൂട്ടർ വെച്ച് യൂസ് ചെയ്തപ്പോൾ എനർജി കോസ്റ്റ് വരുന്നത് 10300 ആണ്. അത് തന്നെ ഗ്രീൻ UPS-ലേക്ക് ആയപ്പോൾ 8900. അത് സേവിങ്സ് പെർ ഇയർ 1360 രൂപ കിട്ടി. 5 വർഷം കൊണ്ട് 6900 രൂപ. സോ വി ആർ ഗെറ്റിംഗ് whatever we are spending for this UPS, we are getting back the money within 5 years in terms of energy saving. അതിന് നമ്മൾ ഗ്രീൻ UPS-ൽ 3 കമ്പ്യൂട്ടർ വെച്ചിട്ട് 10600 രൂപ എനർജി എക്സ്പെൻസ് വരുമ്പോൾ ലിഥിയം ബാറ്ററി 8900 വരും. സോ അതിന്റെ സേവിങ്സ് മാത്രം 1300. സോ ഒരു വർഷം കൊണ്ട് 8900. സോ ഇത് പവർ സേവിങ്ങിന്റെ വെച്ചിട്ടാണ്. 8 hours a day യൂസേജ് 100 watts per PC. 10 രൂപ per യൂണിറ്റ് എന്നുള്ള കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. സോ 5 വർഷം കൊണ്ട് കിട്ടാൻ വലിയൊരു എമൗണ്ട് ആണ്. സോ ഇനീഷ്യലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒരു കാരണവശാലും നമുക്ക് നഷ്ടമാവുന്നില്ല. 5 വർഷം കൊണ്ട് നമുക്ക് ഇതിനേക്കാളും കൂടുതൽ തിരിച്ചു കിട്ടുന്നതാണ്. സോ ഇത് ടെക്നിക്കൽ പാർട്ട് കഴിഞ്ഞു. വീണ്ടും നമ്മൾ കമേഴ്സ്യൽ പാർട്ട്. സാർ ഇത് കാർ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മുടെ കാറിൽ സാധാരണ ബാറ്ററിയുടെ ഓട്ടോമൊബൈൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അതിന്റെ ഡിസ്ചാർജ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ഒരു ലോ സ്പീഡ് വെഹിക്കിൾസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഹൈ സ്പീഡ് വെഹിക്കിൾ ഉപയോഗിക്കുന്ന സെല്ലുകൾ അവൈലബിൾ ആണ്. ബട്ട് ഹൈക്കോൺ ഇപ്പോ ചെയ്യുന്ന ബാറ്ററികൾ ലോ സ്പീഡിനാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓട്ടോ വരെ ഉപയോഗിക്കാം. കാറിന് ഉപയോഗിക്കുന്ന ബാറ്ററി ഹൈക്കോൺ ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷെ അവൈലബിൾ ആണ്. വീട്ടിലോടുന്ന കാറുകളുണ്ട്. NMC എന്ന് പറയുന്ന വേറൊരു കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കാറുകളുണ്ട്. സോ
this can be used as such. Lithium battery can be used for car. Lithium ferrophosphate ഉപയോഗിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുകൾ, അതായത് ഹൈക്കോൺ മെയിൻ ആയിട്ടും സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷനും EV ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ 2 വീലർ 3 വീലർ എന്നുള്ള ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത്. അത് കാറിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സാറേ, ഞാൻ ചോദിച്ച ചോദ്യം വേറെയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഡീസൽ പെട്രോൾ വെഹിക്കിൾ വണ്ടിയിൽ വെക്കുന്ന ബാറ്ററിക്ക് പകരം ലിഥിയം ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ? സ്റ്റാർട്ടർ മോട്ടറായിട്ട്, സ്റ്റാർട്ടർ മോട്ടറിനുള്ള ബാറ്ററി അതെ അതെ അതെ. ബാറ്ററി 1-2 കേസുകൾ ഇപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നു. പക്ഷെ നമ്മൾ അതിൽ വലിയൊരു റിസർച്ച് ഇപ്പോൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾസ് എല്ലാം ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ ആക്ച്വലി പറ്റും, നമ്മൾ ട്രൈ ചെയ്തതുമാണ്. ബട്ട് ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ, കാരണം സ്റ്റാർട്ടർ നമ്മളിപ്പോ ഒരു കാറിന് ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിന് വേണ്ടി മാത്രമാണ്. ഏറ്റവും കൂടുതൽ പവർ ഡിസ്ചാർജ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഡിക്കേറ്ററും ഫോണും അങ്ങനെയുള്ള ചെറിയ ലോഡാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ അല്ലെങ്കിൽ 3-4 വർഷം വരെ ലൈഫ് കിട്ടുന്നുണ്ട്. അത് ഓട്ടോമോട്ടീവ് ബാറ്ററി എന്നാണ് പറയുന്നത്. ട്യൂബുലർ SMF ഒക്കെ പറഞ്ഞ ഓട്ടോമോട്ടീവ് ബാറ്ററി. സോ ഈ ഓട്ടോമോട്ടീവ് ബാറ്ററിക്ക് വളരെ കോസ്റ്റ് കുറവാണ്. അതായത് ട്യൂബുലറും SMF-നേക്കാളും വില കുറവാണ്. അതിന് 3-4 വർഷം ലൈഫ് കിട്ടുന്നുണ്ട്. സോ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മളൊരു ലിഥിയം ബാറ്ററി വെക്കുന്നത് വഴി കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പർപ്പസ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഈ ബാറ്ററി കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫീസിബിൾ ആവില്ല, കമേഴ്ഷ്യലി ഫീസിബിൾ ആവില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കൂടുതൽ റിസർച്ച് നമ്മൾ മുന്നോട്ട് പോവാത്തത്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബട്ട് ഫീസിബിൾ ആവില്ല, കമേഴ്ഷ്യലി ഫീസിബിൾ. ഓക്കെ, താങ്ക്സ്. കാരണം ഇത് തന്നെയാണ്. കാരണം പർപ്പസ് നമ്മളിപ്പോ ഈ ഓട്ടോമോട്ടീവ് ബാറ്ററി വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ നമ്മൾ ആ ഹൈ ഡിസ്ചാർജ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയം അത് വളരെ മിനിമം DOD-യിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഫോണും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് അധികം പവർ വേണ്ടതെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ടാണ് ഈ ലിഥിയം ബാറ്ററിയുടെ ആവശ്യം വരാതിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററി എടുക്കുന്ന ഹൈ ഡിസ്ചാർജ് ഈ ലിഥിയം ബാറ്ററി എടുക്കുമോ? സപ്ലൈ ചെയ്യോ? ലിഥിയം ബാറ്ററിയിൽ 2 ടൈപ്പ് കെമിസ്ട്രി ഉണ്ട് ആക്ച്വലി. അതായത് NMC എന്ന് പറയുന്ന, ഇപ്പൊ ഹൈക്കോൺ ചെയ്യുന്നില്ല, പക്ഷെ നിക്കൽ കാഡ്മിയം, നിക്കൽ മാംഗനീസ് കോബാൾട്ട്, അതാണ് NMC. NMC എന്ന് പറയുന്ന ബാറ്ററി ഏകദേശം ലെഡ് ആസിഡിന് ഈക്വലന്റ് ആയിട്ട് തന്നെ കറണ്ട് എടുക്കും. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 3C വരെ എടുക്കും, 5C വരെ എടുക്കില്ല. 5C വരെ ലെഡ് ആസിഡ് എടുക്കുന്നുണ്ട്. സോ 3C വരെ എടുക്കുന്ന ബാറ്ററീസ് ലിഥിയം ഫെറോഫോസ്ഫേറ്റിൽ അവൈലബിൾ ആണ്. ഇനി 5Cയും 10Cയും ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഫീസിബിലിറ്റി ഇല്ല. കാരണം ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും കൂടെ കമ്പയർ ചെയ്താലേ കമേഴ്ഷ്യലി ഇത് സക്സസ് ആവും. സോ അതുകൊണ്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് 2 വീലർ, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ഈ റിക്ഷ, ഈ ഓട്ടോ, ഫോർക്ക് ലിഫ്റ്റ് അങ്ങനെയുള്ള സെഗ്മെന്റ്. സോ ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഈ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഹൈക്കോൺ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1C ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 1C ഡിസ്ചാർജ്, ഒരു 2C വരെ ഒരു സർജ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ബാറ്ററി. സോ that makes more commercially feasible. But cells are available, but at a higher cost. ഇതിൽ വരുന്നത് 2 series ഇലക്ട്രിക് 2 വീലർ സ്കൂട്ടേഴ്സ്. ഇതിന്റെ വോൾട്ടേജ് നോർമലി 2 വീലറിന് വരുന്നത് 48 വോൾട്ട് അല്ലെങ്കിൽ 60 വോൾട്ട് ആയിരിക്കും മോട്ടറിന്റെ വോൾട്ടേജ് വരുന്നത്. ഇതിൽ കപ്പാസിറ്റി 15 AH, 20 AH, 20 AH, 60 വോൾട്ട്. അങ്ങനെ വരുമ്പോൾ ആൾമോസ്റ്റ് ഒരു 40-50 കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന 2 വീലറുകളിൽ നമ്മൾ ലോ സ്പീഡ് 2 വീലറുകൾക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 സീരീസ് വരുന്ന ഇലക്ട്രിക് 3 വീലേഴ്സ്, ഇലക്ട്രിക്കൽ ഓട്ടോ, ഈ റിക്ഷ 48 വോൾട്ട് ആണ് സ്റ്റാൻഡേർഡ് വരുന്നത് 3 സീരീസിനെല്ലാം. അത് 65 AH തൊട്ട് 150 AH വരെ അവൈലബിൾ ആണ്. ഈ സെയിം ബാറ്ററി തന്നെ നമുക്ക് UPS-ന്റെ കൂടെ വെക്കാം, അല്ലെങ്കിൽ 96 വോൾട്ടിന്റെ UPS-ന്റെ കൂടെ 2 48 വോൾട്ട് സീരീസ് ചെയ്തിട്ട് 150 AH ബാറ്ററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെയിം ബാറ്ററി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഈവൻ UPS അല്ലെങ്കിൽ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബാറ്ററികൾ ഉപയോഗിക്കും. 96 വോൾട്ടിന്റെ ഒരു 5 kVA ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആണെങ്കിൽ 48 വോൾട്ടിന്റെ 2 ബാറ്ററി സീരീസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 96 വോൾട്ട് 8 ബാറ്ററിക്ക് പകരം 48 വോൾട്ടിന്റെ 2 ബാറ്ററി കണക്ട് ചെയ്താൽ മതി 50 AH.
അത് മാത്രമല്ല ഇതിന്റെ എഫിഷ്യൻസിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 150 വേണ്ട സ്ഥലത്ത് ഒരു 120 AH മതിയാവും. കാരണം വെച്ചാൽ ഒരു 80% capacity of lithium battery will serve the purpose of 100% of lead acid battery. So ഒരു 100 AH വേണ്ട സ്ഥലത്ത് 80 AH മതിയാവും. അതാണ് ഒരു തമ്പ് റൂൾ. 75 to 80 AH ലിഥിയം ബാറ്ററി വെച്ചാൽ സെയിം ബാക്കപ്പ് കിട്ടും. അതേപോലെ 4 സീരീസ് എന്ന് പറയുന്നത് കാർ ഒഴിച്ച് ബാക്കിയെല്ലാം മിനി നമ്മുടെ ഈ ഷട്ടിൽ ബസ്സുകൾ, സിസർ ലിഫ്റ്റ്, AG, ഗോൾഫ് കാർട്ട്, ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ 72 വോൾട്ടിന്റെ 100 AH വരെ കപ്പാസിറ്റി ഉണ്ട്. 48 വോൾട്ട് 300 AH വരെയുള്ള കപ്പാസിറ്റി അവൈലബിൾ. ഇതിന്റെ ഡീറ്റെയിൽഡ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം 60 വോൾട്ടിന്റെ 20 AH ബാറ്ററി. സ്റ്റാൻഡേർഡ് ചാർജിങ് കറണ്ട് 4 ആണ്. റാപ്പിഡ് ഡിസ്ചാർജ് 20 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 1C റേറ്റിംഗിലാണ് 1 hour കൊണ്ട് ഡിസ്ചാർജ് ചെയ്തത്. ലൈഫ് സൈക്കിള് 80% DOD-യിൽ 2500 സൈക്കിൾ വരെ കൊടുക്കാൻ പറ്റും. ഹൈക്കോണിന്റെ ഈ ഓട്ടോയില് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് 4800 അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ചിലുള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്ന. 2 എണ്ണം പാരൽ ചെയ്തിട്ടാണ്. സോ റഫ്ലി 200 AH-ന്റെ 48 വോൾട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 200 കിലോമീറ്ററോളം അഷ്യൂർ ചെയ്യുന്നത്. പിന്നെ വരുന്ന 4 സീരീസ് ബഗ്ഗി, ഗോൾഫ് കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ AGV ഓട്ടോമേറ്റഡ് ഗൈഡ് വെഹിക്കിൾ ഇന്ത്യയിൽ അത് അധികം പോപ്പുലർ ആയി വന്നിട്ടില്ല. കാരണം മാൻ പവർ കോസ്റ്റ് കുറവായതുകൊണ്ട്. ബട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ മാൻ പവർ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് AGV വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫോർക്ക് ലിഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റ് ട്രക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും നമ്മൾ ആളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ മെറ്റീരിയൽ മൂവ്മെന്റ് സാധ്യമാക്കുന്നതാണ് ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ് AGVs. 4 സീരീസിന്റെ ബാറ്ററീസ് ആൾമോസ്റ്റ് ഇതുപോലിരിക്കും. അലുമിനിയം എക്സ്ട്രൂഷൻ വെച്ചിട്ടാണ് ബാറ്ററി അസംബ്ലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബാറ്ററി വളരെ റെഗഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു 25%, 50%, 75%, അങ്ങനെ 4 ബാറ്ററിയുടെ സ്റ്റേറ്റ് എത്ര പെർസെന്റേജ് ബാക്കി നിന്ന് റഫായിട്ട് അറിയാനുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി കൃത്യമായിട്ട് പെർസെന്റേജ് വെച്ച് വേണമെങ്കിൽ ഒരു കൂളോമീറ്റർ അല്ലെങ്കിൽ ഒരു പവർ ഇതിന്റെ ഫ്യൂൽ ഗേജ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അത് അഡീഷണൽ ഒരു എക്യുപ്മെന്റ് ആയിട്ട് നെസസറി. പിന്നെ വരുന്ന സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻസ് EV അല്ലാതെ ആപ്ലിക്കേഷൻ വരുന്നത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. സോളി സ്ട്രീറ്റ് സീരീസ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട് ഈ ഒരു 3 മോഡൽസ് ആണ്. പിന്നെ സോളിസ് സോളാർ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടറിന് വേണ്ടിയുള്ള മോഡലാണ്. ലൈഫ് സീരീസ് എന്ന് പറയുന്ന പേരിലാണ് 12 വോൾട്ട്, 24, 48 വോൾട്ട്. UPS ഉപയോഗിക്കുന്ന സേഫ് സീരീസ് എന്ന് പറയുന്നതാണ് 12, 24, 48 തന്നെയാണ്. ഡാറ്റാ സെന്റർ UPS, വലിയ UPS റാക്കോ സീരീസ് എന്ന് പറയുന്നത് സെയിം കോൺഫിഗറേഷൻ. ടെലികോം ആപ്ലിക്കേഷൻ 48 വോൾട്ട്. ഇൻഡസ്ട്രിയൽ ഗ്രാൻഡോ സീരീസ് എന്ന് പറയുന്നത് 110 or 120 വോൾട്ട് ഉപയോഗിക്കുന്നു. ഷോപ്പിംഗ് മോൾസിലും ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് ലിഥിയം ബാറ്ററി ഹൈക്കോൺ സപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റി കസ്റ്റമേഴ്സിന്. അതേപോലെ തന്നെ ഫ്യൂംസ് വരുന്നില്ല. പിന്നെ ഇടയ്ക്കുള്ള ഡൗൺ ടൈം SMF ബാറ്ററിയാണ് കൊണ്ട് ഉപയോഗിച്ചിരുന്നത്. ഒരു AC-ക്കകത്ത് സ്പേസ് കുറവേ ഉള്ളൂന്നുണ്ടെങ്കിൽ സീൽഡ് മൈനസ് ഫ്രീ ബാറ്ററിയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതിന് ലൈഫ് ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഈ ഒരു ബാറ്ററി പോയാൽ അത് എൻ്റെ ബാറ്ററി ബാങ്ക് മാറ്റേണ്ടി വരുന്നു. അതേപോലെ ഈ ഡൗൺ ടൈമിൽ വീണ്ടും പുതിയൊരു ബാറ്ററി ബാങ്ക് റീപ്ലേസ് ചെയ്യാനുള്ള സമയം ഈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ലൈഫ് കൂടിയ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ടൈം സൊല്യൂഷൻ ആണ്. 5 or 7 വർഷത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ ആണ് ലിഥിയം ബാറ്ററിയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. കാരണം മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. സോളി സീരീസ് എന്നുള്ളവരുടെ മോഡൽസ് ആണ്.
സ്ട്രീറ്റ് ലൈറ്റ് ഇതും അലുമിനിയം എക്സ്ട്രൂഡഡ് മെറ്റീരിയൽ നിന്നാണ് ബാറ്ററി പാക്ക് അസംബിൾ ചെയ്യുന്നത്. ലോങ് ലൈഫാണ്, തുരുമ്പിടിക്കില്ല എന്നുള്ള ഇഷ്യൂസ് വരുന്നത്. Different types of model specifications. Life series for inverter. The stackable design icon ചെയ്യുന്നത് 12 volt 2448. ഇത് 12 വോൾട്ടിന്റെ തന്നെ 2-3 ബാറ്ററി പാക്സ് മുകളിൽ സ്റ്റാക്ക് ചെയ്യാം. നമുക്ക് ബാക്കപ്പ് ഒരു 1 hour ബാക്കപ്പ് ചോദിച്ചത് ബാക്കപ്പ് മതിയാവുന്നില്ല, യൂസേജ് കൂടുതലുണ്ടെങ്കിൽ 2 ബാറ്ററി പാക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് സ്റ്റാക്കബിൾ ആവുന്നത് കൊണ്ട് തന്നെ ബാറ്ററി വേറെ അല്ലെങ്കിൽ ഇൻവെർട്ടർ വേറെ എന്നുള്ള ഡിഫറെന്റ് ഇത് വരുന്നില്ല, വയറിംഗ് വരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ലുക്സ് ജസ്റ്റ് ലൈക്ക് an audio system. നമ്മുടെ സേഫ് സീരീസ് എന്ന് പറഞ്ഞാൽ SMF-ന്റെ അതേ രൂപത്തിലുള്ള ബാറ്ററിയാണ്, ആൾമോസ്റ്റ് അതേ ക്യാബിനറ്റ് തന്നെയാണ്. അത് 12 വോൾട്ടും 2448 വോൾട്ടും വരുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മൾ ഓഫ്ലൈൻ UPS അല്ലെങ്കിൽ ഹോം UPS ഉപയോഗിക്കാം, ഓൺലൈൻ UPS കണക്ട് ചെയ്യാം. സോ 4 12 വോൾട്ടിന്റെ ബാറ്ററിക്ക് പകരം ഒരു സിംഗിൾ 48 വോൾട്ടിന്റെ ബാറ്ററി തന്നെ കൊടുക്കാം. 48 വോൾട്ടിന്റെ UPS ആണ്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇൻഡിക്കേഷൻസ് ജനറലായിട്ട് ഫസ്റ്റ് ആയിട്ട് റാക്കോ സീരീസ് എന്ന് പറയുന്നത് ഭാരത് പെട്രോളിയം BPCL പെട്രോൾ പമ്പുകളുടെ ഒരു പ്രൊജക്റ്റിൽ മഹാരാഷ്ട്രയിൽ നിന്ന് സപ്ലൈ ചെയ്യേണ്ടി വന്നതാണ്. ഇതൊരു റാക്കോ സീരീസ് മോഡലാണ്. ഇതിന്റെ മുകളിലും താഴെയുള്ളത് UPS ആണ്, നടുക്കിരിക്കുന്ന യെല്ലോ കളറിലുള്ള ഡിസ്പ്ലേ ഉള്ളതാണ് ബാറ്ററി. സോ ഈ 2 UPS-ഉം ഒരു ബാറ്ററി പാക്കും കൂടി ഉണ്ടായിട്ടുള്ള ഒരു മോഡലാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു 60ഓളം പെട്രോൾ പമ്പുകൾ ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള UPS 2 kV UPS ആണ്. ഇത് റാക്കോ സീരീസ് rack mounted UPS, rack mounted batteries. ഒരു ഷോപ്പിംഗ് മാളിൽ കൊടുത്ത ബാറ്ററിയാണ്. BMS ബാറ്ററി മാനേജ്മെന്റ് ഇതിലെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. സോ വേണമെങ്കിൽ ഒരു ബാറ്ററി പാക്ക് ഒരു ബാറ്ററിയുടെ പാർട്ടാണെന്ന് പറയാം BMS-ന്. മറ്റുള്ള ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഒന്നും BMS ഇല്ല, പക്ഷെ ലിഥിയം ബാറ്ററിക്ക് BMS മസ്റ്റാണ്. BMS ഇല്ലാതെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് BMS-ന്റെ അഡ്വാൻറ്റേജുകൾ വെച്ച് നോക്കുമ്പോൾ BMS is a must to protect the cells, to balance voltage in each cell string, to protect under voltage, over voltage, overcharge എല്ലാം പ്രൊട്ടക്ട് ചെയ്യാം, to protect overheating, to have communication with connected vehicle or controller data to monitor the parameters. ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടിയാണ് ഈ BMS ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഉള്ള BMS-കൾ അവൈലബിൾ ആണ്. CAN കമ്മ്യൂണിക്കേഷൻ, RS482 ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു കൺട്രോളറോ അല്ലെങ്കിൽ ഒരു ഡാറ്റാ സെന്ററോ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാറ്ററിയുടെ ഈ പറഞ്ഞ എല്ലാ പാരാമീറ്റേഴ്സും മോണിറ്റർ ചെയ്യാനും പറ്റും. BMS-ന്റെ അഡ്വാൻറ്റേജസ് types of management system, CAN bus communication ഇല്ലാത്ത മോഡൽ, ഡിഫറെന്റ് പ്രോട്ടോകോൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് പ്രകാരം കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു BMS-ന്റെ ഇത് RS485, RS232 ആൻഡ് CAN കമ്മ്യൂണിക്കേഷൻ 20 ആംപിയർ തൊട്ട് 500 ആംപിയർ വരെയുള്ള കപ്പാസിറ്റികളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഹൈക്കോണിന്റെ ഓൺ ഡിസൈൻ BMS ആണ്. പവർ ഇലക്ട്രോണിക്സ് രംഗത്ത് ഹൈക്കോണിന്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് തീർച്ചയായും ഈ ഒരു BMS ബാറ്ററിയുടെ പാക്ക് അസംബിൾ ചെയ്യാനുള്ളത് BMS സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. കാരണം BMS ബേസിക്കലി പവർ
And unlike lead acid battery, lithium batteries are normally like more power electronics. The battery with communication data available, cell count, number of battery modules, number of temperature sensors in each module, total battery voltage, battery charging, current, discharge current, different BMS communication ready. State of charge, state of health, charging, discharging status, minimum, maximum temperature of modules, individual cell voltage, individual sensor temperature, cell balancing status. പിന്നെ അത് ലോയസ്റ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. മിനിമം എത്ര പെർസെന്റേജ് വരെ ഡിസ്ചാർജ് ചെയ്യണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓവർ ലോഡ് കറണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു പർട്ടിക്കുലർ കറണ്ടിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ആവാനുള്ള ഒരു സെറ്റിംഗ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓവർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. സെൽ ഓവർ വോൾട്ടേജ്, സെല്ലിന്റെ പർട്ടിക്കുലർ സെൽ വൈസ് ഓവർ വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. Isolate different types of communications are controls. So that can common industrial ഉപയോഗിക്കുന്നത് isolated CAN 2.0B, isolated RS485, RS232. So ഈ ഒരു പോർട്ട് വഴി ഒരു കണക്ഷൻ വഴി ഡീകോഡ് ചെയ്ത് ഏത് പ്രോട്ടോകോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇക്വിപ്മെന്റിന്റെ കമ്മ്യൂണിക്കേഷൻ വഴി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂൽ ഗേജ് എന്ന് പറയും. ഇതിന് ടെക്നിക്കൽ വേർഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കുളോമീറ്റർ ആണ്. ഫ്യൂൽ ഗേജ് is used to measure the state of charge, voltage, discharge current, remaining charge level. It is essential for a lithium battery because the voltage will be steady until 95%. Under voltage മാത്രം വെച്ചുകൊണ്ട് ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ UPS അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലെ പറ്റില്ല. കാരണം വോൾട്ടേജ് 95% വരെയും സ്റ്റഡി ആയിരിക്കും ലിഥിയം ബാറ്ററിയിൽ. ബട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ അങ്ങനെയല്ല, ഗ്രാജുവലി കുറഞ്ഞു വരും. ഇവിടെ 95% വരെ സ്റ്റഡി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പലർക്കും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗട്ട് വരാറുണ്ട്. സോ 95% കഴിഞ്ഞ പെട്ടെന്ന് ബാറ്ററി 95% കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇത് എക്സോസ്റ്റഡ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്യൂൽ ഗേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഔട്ട്പുട്ട് ഇനി ബാക്കിയുണ്ടെന്ന്. So the customer can monitor the health of the battery through fuel gauge. Fuel gauge ന്റെ ഡിഫറൻസ് ആണ്, ആക്സസറീസ് ഡിഫറെന്റ് ടൈപ്സ് ആണ്. ജനറലി നമ്മളൊരു ഇനി ഫൈനൽ പോവാണ്. ഒരു ലിഥിയം ബാറ്ററിയുടെ ഒരു റിക്വയർമെന്റ് പറയുമ്പോൾ കൂടുതൽ സ്റ്റഡി ചെയ്യണം. കാരണം അത് ഏത് ടൈപ്പാണ് സ്യൂട്ട് ആവുക എന്നുള്ളത് സ്റ്റഡി ചെയ്യണം. നോർമലി ഒരു എൻക്വയറി വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫോം ആണത്. ഒരു എൻക്വയറി ഫോർമാറ്റ് ആണ്. ഇത് സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻ രണ്ട് ഫോർമാറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് വായിക്കാം. ഇത് ടെക്നിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് അസസ് ചെയ്യാനായിട്ട് ഏത് ബാറ്ററി വേണം എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഏതാണെന്ന് വേണം. ബാറ്ററി പാക്ക്, നോമിനൽ വോൾട്ടേജ് ഓഫ് ബാറ്ററി പാക്ക്, വോൾട്ടേജ് ഓഫ് ബാറ്ററി, ലോ വോൾട്ടേജ് കട്ട് ഓഫ് എത്രയായിരിക്കും, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് എത്രയായിരിക്കും, കപ്പാസിറ്റി ഇൻ ബാറ്ററി പാക്ക്, ഓരോ ബാറ്ററി എത്ര പാക്ക് ആയിട്ട് വേണ്ടി വരും, എത്ര കപ്പാസിറ്റി വേണ്ടി വരും, ഓപ്പറേറ്റിംഗ് ലൈഫ് സൈക്കിൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ അവൈലബിൾ സ്പേസ് ഫോർ ബാറ്ററി പാക്ക്, എത്ര ഏരിയ അവൈലബിൾ ആണ്, അതേപോലെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അതേപോലെ കറണ്ട് എത്ര കറണ്ട് വരെ മാക്സിമം ഡിസ്ചാർജ് ചെയ്യാം, സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് എന്തെങ്കിലും വേണം, ആക്ച്വൽ ലോഡിംഗ് കിലോ വാട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്റി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചിലപ്പോൾ അത്രയും ഉപയോഗിക്കുന്നത്. ഒരു ATM പറയുമ്പോൾ 3 കിലോ വാട്ടിന്റെ UPS 3 kV UPS ആണ് സാധാരണ സപ്ലൈ ചെയ്യുന്നത് ബാങ്കുകൾക്ക്. പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് 1.5 കിലോ വാട്ടിന്റെ യൂസേജ് വരും. സോ അത് അറിഞ്ഞുമ്പോൾ യഥാർത്ഥത്തിലുള്ള കിലോ വാട്ട് അറിയുകയാണെങ്കിൽ കൂടുതൽ പ്രിസൈസ് ആയിട്ടും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടും നമുക്ക് ഡിസൈൻ ചെയ്ത് അതിനെ കൂടുതൽ ഇക്കണോമിക്കലി സക്സസ് ആക്കാം. പലപ്പോഴും നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്തിട്ട് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കമ്പാരിസൺ ഫുൾ ഡീറ്റെയിലോടുകൂടി, അതായത് മാക്സിമം കിട്ടാവുന്ന ഡാറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ KVA റേറ്റിംഗ് ഓഫ് UPS ഇൻവെർട്ടർ, റേറ്റഡ് കിലോ വാട്ട്, ലോഡ് പ്രൊഫൈൽ, പവർ കർവ് ചാർട്ട്, ലോഡ് എത്ര പെർസെന്റേജ് ലോഡ് അല്ലെങ്കിൽ ഏതൊക്കെ ഇന്റർവെൽസിലാണ് മാക്സിമം കിട്ടാവുന്ന ഡാറ്റ. അതേപോലെ ആവറേജ് ഡിസ്ചാർജ് കറണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതും മാക്സിമം ഡിസ്ചാർജ് ചെയ്യുന്നത് രണ്ടായി. അപ്പോൾ ആവറേജ് ഡിസ്ചാർജ് കറണ്ട്
കിട്ടുകയാണെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്താൽ പീക്ക് ഡിസ്ചാർജ് കറണ്ട്, അതായത് മാക്സിമം പോകാൻ സാധ്യതയുള്ള ഡിസ്ചാർജ് കറണ്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ എക്സ്പെക്ടഡ് ബാക്കപ്പ് സ്റ്റാൻഡ് ആപ്ലിക്കേഷൻ എത്ര മണിക്കൂർ ബാക്കപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്? അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ. ഫ്രീക്വൻസി ഓഫ് ബാറ്ററി യൂട്ടിലൈസേഷൻ, IP ലെവൽ, പ്രൊട്ടക്ഷൻ ലെവലാണ് പ്രൊട്ടക്ഷൻ ലെവൽ, ഔട്ട്ഡോർ ആണ്, ഇൻഡോർ ആണ് കാര്യങ്ങൾ. അതേപോലെ ഡീറ്റെയിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് ബാറ്ററി ബാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ബാറ്ററിയാണ്. ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏതാണ് സ്യൂട്ടബിൾ ആണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ചാർജിങ് ടൈം, എത്ര സമയം കൊണ്ട് ചാർജ് ചെയ്യണം എന്നാണ് ആവശ്യം. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഫ്രീക്വന്റ് പവർ കട്ടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ടൈം വേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ് ലിത്തിയം ബാറ്ററി ആവശ്യമുള്ളത്. മറ്റത് ഇങ്ങനെയായാലും 10 to 12 hours ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ലെഡ് ആസിഡ് ബാറ്ററി അതിൽ കൂടുതൽ ചാർജിങ് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അതിന്റെ വാറണ്ടി കിട്ടില്ല. ലെഡ് ആസിഡ് ബാറ്ററി ഫെയിലിയർ റേറ്റ് കൂടുതൽ, ചാർജിങ് കൂടുന്നു. പക്ഷെ ഇവിടെ നമ്മൾ 1C ചാർജിങ് പോലും സപ്പോർട്ട് ചെയ്യുന്നത് 1 hour കൊണ്ട് പോലും ചാർജ് ചെയ്യാം. വാറണ്ടി എത്ര വർഷമാണ് വേണ്ടി വരുന്നത്, അതേപോലെ ഡീറ്റെയിൽസ് ഓഫ് പവർ ഔട്ട്പുട്ട് കണക്ക്, ചാർജിങ് കണക്ക്, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ലൊക്കേഷൻ ഓഫ് ദ ബാറ്ററി സ്റ്റേഷൻ, അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അടുത്തത് EV ആപ്ലിക്കേഷൻ ആണെങ്കിൽ വേറൊരു ഫോമാണ്. അതിൽ വരുന്നത് നേരത്തെ പറഞ്ഞതല്ലാതെ ഡിഫറൻസ് വരുന്നത് അവൈലബിൾ സ്പേസ് അല്ലാതെ സ്പെസിഫിക് കമ്മ്യൂണിറ്റി, മാക്സിമം സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, 25 km/h ഉപയോഗിക്കുന്നുണ്ട്, 35-40 ഉപയോഗിക്കുന്ന വണ്ടികളുണ്ട്. സോ അതിൻ്റെയൊക്കെ കറണ്ടും കൺട്രോളറും ഒക്കെ വ്യത്യാസമായിരുന്നു. നോമിനൽ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, മോട്ടോർ, വണ്ടിയുടെ മോട്ടോറിന്റെ റേറ്റഡ് പവർ ഡീറ്റെയിൽ എടുക്കാറുണ്ട്, ലോഡ് പ്രൊഫൈൽ, ആവറേജ് കറണ്ട്, പീക്ക് കറണ്ട്, time duration of peak discharge current in each acceleration, 0 to maximum speed. 0 to maximum speed വരുന്ന കറണ്ട് ഡിസ്ചാർജ്, പീക്ക് ഡിസ്ചാർജ് കറണ്ട് മെഷർ ചെയ്ത് നോക്കിയിട്ട് ബാറ്ററി ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ എക്സ്പെക്ടഡ് റേറ്റ് പെർ ചാർജ്, നമ്പർ ഓഫ് വെഹിക്കിൾ ഓപ്പറേറ്റഡ്, നമ്മൾ പെർ ഡേ അല്ലെങ്കിൽ ഒരു വർഷം എത്ര തവണ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ വെഹിക്കിൾ. അതുപോലെ ഇങ്ങനെ IP ലെവല്, പിന്നെ എക്സിസ്റ്റിംഗ് ബാറ്ററി, വാറണ്ടി, സെയിൽ. ഇത്രയും ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിലാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള മോഡൽ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 2 ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്തതാണ്. സോ താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ക്ലിയർ. തന്നെ ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ we will come back. Open for question and answer session. ഹലോ, എൻ്റെ പേര് സുരേഷ് ആണ്. പറഞ്ഞോളൂ സുരേഷ്. ഈ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആപ്ലിക്കേഷന് നമ്മുടെ AC ലോഡ്, കണക്ടഡ് ലോഡ്, AC ലോഡ് ഉണ്ടാകുമ്പോഴേ അത് കംപ്രസർ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകുമ്പോൾ എന്തെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഇൻട്രസ്റ്റ് കറണ്ട് ഒക്കെ ഈ സെല്ല് ഇമ്പാക്ട് വല്ലതും വരുന്നുണ്ടോ അതിൽ? ഇല്ലല്ലോ. ആ ഡിസ്ചാർജ് എത്ര സെക്കൻഡിലേക്ക് ആയിരിക്കും അത്? നമ്മൾ AC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കംപ്രസറിന് ആ ഒരു ഇൻട്രസ്റ്റ് ടൈം ഉണ്ടല്ലോ, മേ ബി ലൈക്ക് ഫ്യൂ മില്ലി സെക്കൻഡ്സ് അല്ലേ വരുന്നുള്ളൂ അതിൽ. ഓക്കെ. ബട്ട് ഇത് ഏതിൽ വഴിയാണ്? ഒരു ഇൻവെർട്ടർ വഴിയാണോ, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആണോ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ്? പവർ സപ്പോർട്ട് ചെയ്യുന്നത്? ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെച്ചിട്ടില്ല, വെക്കാനുള്ളതിനുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ ചോദിക്കാം. ഓഫ് ഗ്രിഡ് പോണതിൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിന്റെ കൂടെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ലിഥിയം ബാറ്ററി ആണ് ഏറ്റവും സൂട്ടബിൾ. പിന്നെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ AC മാത്രമായിരിക്കില്ല, മറ്റു ലോഡുകളും കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോ നാച്ചുറലി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഹയർ സൈഡ് ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന കറണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലിഥിയം ബാറ്ററിക്ക് പറ്റും. കാരണം 2C സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 100 ആംപിയർ അവറിന്റെ ബാറ്ററി ആണെന്ന് കൊടുത്തില്ലെങ്കിൽ 200 ആംപിയർ ഡിസ്ചാർജ് ചെയ്താൽ പോലും സപ്പോർട്ട് ചെയ്യും കുറച്ച് സമയത്തേക്ക്. സോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആ ഒരു ഡിസ്ചാർജ് കറണ്ട് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും പറ്റും. അപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ടെക്നിക്കൽ ടീമിനെ കൊണ്ട് അത് സ്റ്റഡി ചെയ്ത് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി പാക്ക് ചെയ്ത വേണ്ടി വരുന്നത്
ഓക്കെ ഓക്കെ. പിന്നെ ഈ വാറണ്ടി 5 years എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പ്രൊറേറ്റഡ് ആണോ അല്ല എങ്ങനെയാണ് അത്? അല്ല, 5 year പക്ക വാറണ്ടി തന്നെയാണ് ബാറ്ററി. അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് അഗേൻസ്റ്റ് ആണ്. ആൻഡ് അത് കംപ്ലീറ്റ് ബാറ്ററി റീപ്ലേസ്മെന്റ് അല്ല, ബട്ട് ബാറ്ററി വിൽ ബി വാറണ്ടി ഫോർ 5 years. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഐദർ റെക്ടിഫിക്കേഷൻ റീപ്ലേസ്മെന്റ് റിക്വയർഡ് ആണെങ്കിൽ റീപ്ലേസ്മെന്റ്. കാരണം ഇറ്റ് ഈസ് നോട്ട് പ്രൊറേറ്റഡ് വാറണ്ടി. സ്റ്റാൻഡ് ബൈ 5 year വാറണ്ടി. EV അപ്ലിക്കേഷന് 3 year ആണ്. ഓക്കെ ഓക്കെ. കാരണം അതിന്റെ ലൈഫ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2000 സൈക്കിള് ലൈഫ് കിട്ടുമ്പോൾ നമ്മൾ 1000-1200 സൈക്കിളാണ് ലെഡ് ആസിഡ് ബാറ്ററി കിട്ടുന്നത്. നമ്മുടെ ടെക്നിക്കൽ അവരുടെ ബ്രോഷറിൽ തന്നെ പറയുന്നത് 1200 സൈക്കിളാണ് മാക്സ്. അത് 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജിലാണ്. ബട്ട് ഇവിടെ ലിഥിയം ബാറ്ററിക്ക് 80% ഡെപ്ത് ഓഫ് ഡിസ്ചാർജിൽ നമുക്ക് 2000 സൈക്കിൾസ് കിട്ടുന്നുണ്ട്. എങ്ങനെ വന്നാലും 5 year ക്രോസ് ചെയ്യില്ല. അതായത് എല്ലാ ദിവസവും 365 ഡേയ്സും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് 5 year കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് വാറണ്ടി 5 year ആയിട്ട് കൊടുത്തത്. ഓക്കെ. പിന്നെ ഈ ഹൈക്കോൺ ബാറ്ററീസ് ലൈക്ക് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്ര വർഷമായി ഈ പ്രോഡക്റ്റ്? നമുക്കൊരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ആയിട്ടുള്ളൂ. സോ 4 വർഷം കൊണ്ട് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും, മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ചെറിയ ചെറിയ ഇനീഷ്യൽ ഇഷ്യൂസ് എല്ലാം കാണുന്നതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഫർദർ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് എടുക്കാം. അനദർ ഒരു 5 year എന്ന് പറയുന്നതിന് ഒരു 1 year കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ടൈം ക്രോസ് ചെയ്തു എന്ന് പറയാം. ബട്ട് നമ്പർ ഓഫ് ഇൻസ്റ്റലേഷൻസ് കുറവായിരുന്നു, ഇപ്പൊ കൂടി വരും. ഒരു 1.5 crore ഒരു വലിയ പ്രൊജക്ട് നമ്മൾ കർണാടകയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ BPCLന്റെ ഒരു മഹാരാഷ്ട്രയില് പെട്രോൾ പമ്പുകളിൽ ചെയ്തിട്ടുണ്ട്. അതൊരു റഫ്ലി ഒരു 60 lakhs പ്രൊജക്ട് ആയിരുന്നു. അതൊരു 60ഓളം UPS സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബാറ്ററീസ് ഒക്കെ ഫീൽഡിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. UPSന്റെ കൂടെയും ഇത് സോളാർ ഇൻവെർട്ടറിന്റെ കൂടെ, സോളാർ പവർ പ്ലാന്റിന്റെ കൂടെ. ഓക്കെ. ഇതില് ഇനി ഒന്ന് സപ്പോസ് എന്തെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതായിരിക്കും, ബട്ട് എന്തെങ്കിലും ഇൻ കേസ് ഒരു സെൽ പ്രോബ്ലമോ അല്ല വോൾട്ടേജ് ഡ്രോപ്പോ അങ്ങനെ വന്നാൽ ഇതെങ്ങനെ ബാറ്ററി നമ്മൾ നിങ്ങൾക്ക് കൊണ്ട് എത്തിക്കണോ? എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യാനായിട്ട്? ഇനീഷ്യലി കാരണം ഇതിന്റെ ബാറ്ററി പാക്ക് അസംബിൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ സെൽ ബാലൻസിങ് ഒരുപാട് പ്രോസസ് ഉണ്ട്. സോ സൈറ്റിൽ വെച്ച് സർവീസ് ചെയ്യുന്നത് വളരെ റെയർ ആണ്. കാരണം സൈറ്റിൽ ചെറിയ പ്രശ്നങ്ങളാണ് എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സെല്ല് ലെവലിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ ഫാക്ടറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഫെസിലിറ്റീസ് കൂട്ടുന്നുണ്ട്. സർവീസ് സെന്റേഴ്സ് എന്നുള്ള ഫെസിലിറ്റീസ് നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ എത്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് ലെവലിൽ സൈറ്റിൽ നോക്കിയിട്ട് ഫാക്ടറി കൊണ്ടുപോകേണ്ട കേസ് ആണെങ്കിൽ ഫാക്ടറിയിൽ എത്തിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഫാക്ടറി ചെയ്യുന്നത്. പിന്നെ ഇനി ഒന്ന് ഈ നമ്മുടെ BMS വന്ന് ഇൻഡിവിജ്വൽ ഓരോ സെല്ലിനും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? ഇൻഡിവിജ്വൽ ഈച്ച് സെൽ 3.2 volt per cell എന്ന് പറഞ്ഞു. അതെ, ഈ സെല്ലാണ് നമ്മൾ BMSന്റെ ആ ഒരു ഇതില് നമ്മൾ കാണിച്ചായിരുന്നു. സോ BMS തന്നെ അതിനാണ് സെൽ വൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സെൽ വൈസ് ബാലൻസ് ചെയ്യും. ഓക്കെ. സോ ഇറ്റ് ഈസ് 100% controlled by BMS. അതെ, എക്സാക്ട്ലി. ഓക്കെ. ഇനി സെല്ല് ഇഷ്യൂ ഓവർ ഹീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉടനെ തന്നെ നമുക്ക് എങ്ങനെ അലാമായിട്ട് കിട്ടുമോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ സെൽ കൗണ്ട്, ഡാറ്റ അവൈലബിൾ ഓൺ BMS, നമ്പർ ഓഫ് മൊഡ്യൂൾസ്, നമ്പർ ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. സോ BMSൽ ഇതിൽ നോക്കിയറിയാം കമ്മ്യൂണിക്കേഷൻ ഉള്ള ഇതിലാണ്. കമ്മ്യൂണിക്കേഷൻ ഉള്ളതിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ മോണിറ്ററിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ BMS കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്, പ്രൊട്ടക്ട് ദ സെൽസ് ടു ബാലൻസ് വോൾട്ടേജ് ഇൻ ഈച്ച് സെൽ സ്ട്രിംഗ് ടു പ്രൊട്ടക്ട് അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, ഓവർ ചാർജ്. SC is for short circuit അല്ലേ? And to have communication. കസ്റ്റമർക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോർട്ട് വഴി കണക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ വരുന്നതെല്ലാം BMS വിത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനീഷ്യലി 4 വർഷം മുമ്പ് ചെയ്തിരുന്നത് BMS കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത BMS ഉണ്ടായിരുന്നു. പിന്നെ വി ഹാവ് ഡെവലപ്ഡ് കമ്മ്യൂണിക്കേഷൻ BMS. കോസ്റ്റ് ചെറുതായിട്ട് മാറ്റം വരും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കേസുകളിൽ
BMS കമ്മ്യൂണിക്കേഷനോടുകൂടിയുള്ള BMS സപ്ലൈ ചെയ്യുന്നത്. ഇതില് ടു പ്രൊട്ടക്ട് SC എന്നിട്ടിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണോ? ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓക്കെ, അണ്ടർ വോൾട്ടേജ് ഓവർ ചാർജിങ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട്. ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു. താങ്ക് യു. സർ, ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറില് നമ്മളൊരു 72 വോൾട്ട് 30 ബാറ്ററി ഞാനിപ്പോ വെച്ചു, ലിഥിയം ബാറ്ററി. ഒരു 6 മാസത്തിന് ശേഷം ഒരു 72 വോൾട്ട് 30 ബാറ്ററിയോട് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? 6 മാസം കൊണ്ട് വലിയ പ്രോബ്ലം വരില്ല. കാരണം നമ്മള് ലെഡാസിന്റെ ലൈഫും ഇതും വെച്ച് നോക്കുമ്പോൾ ലൈഫ് സൈക്കിള് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ 6 മാസം കൊണ്ട് വലിയ വേരിയേഷൻ ഇത് ബാറ്ററിയിൽ വരുന്നില്ല. സോ കപ്പാസിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് ഇത് 6 മാസം 1 കൊല്ലം കഴിഞ്ഞ് പാരലൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് സെല്ല് ഡീറേറ്റ് ചെയ്തിട്ടുണ്ടാവും, കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയൊരു ബാറ്ററി പഴയ ബാറ്ററിയുടെ കൂടെ വെക്കുമ്പോൾ 2 ബാറ്ററിയും തമ്മിലുള്ള കപ്പാസിറ്റി വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് പ്രോബ്ലം വരാൻ സാധ്യത വരും. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് സൈക്കിൾസ്, അതായത് ഇപ്പൊ ഒരു 10 കൊല്ലത്തേക്ക് ലൈഫുള്ള ഒരു ബാറ്ററി 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് 10% വേരിയേഷനെ വന്നിട്ടുണ്ടാവുള്ളൂ ബാറ്ററിയുടെ കപ്പാസിറ്റിയിൽ. അപ്പോൾ 6 മാസം, സാർ പറഞ്ഞ 6 മാസമാണെങ്കിൽ ഒരു 5% വേരിയേഷനെ വന്നിട്ടുള്ളൂ. സോ അത് കാര്യമായിട്ട് അഫക്ട് ചെയ്യില്ല. സോ നമുക്കൊരു ബാറ്ററി, വേറൊരു അഡീഷണൽ ബാറ്ററി പാക്കും കൂടെ പാരലൽ ചെയ്യാം. ബട്ട് വോൾട്ടേജ് ഓഫ് കോഴ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ചെയ്യാൻ പറ്റുന്നത്. ഈ സോളാറിന് വളരെ പ്രയോജനമാണ്. കാരണം ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമില്, കാരണം കസ്റ്റമർക്ക് പിന്നെ ഒരു 3 മാസം കഴിയുമ്പം ഒരു ബാറ്ററി വെച്ച് കൊടുക്കുക, 3 മാസം കഴിയുമ്പോൾ പാനൽ വെച്ച് കൊടുക്കുക, പിന്നെ ഒരു 3 മാസം കഴിയുമ്പം ബാറ്ററി വെച്ച് കൊടുക്കുക, അങ്ങനെ ഒരു ഹയർ കപ്പാസിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ്. പക്ഷേ ഒരു ടാക്സ് അഡ്വാൻറ്റേജസ് പോയിന്റിൽ നോക്കുമ്പോൾ എല്ലാം ഒരുമിച്ച്. പക്ഷേ എന്നാലും ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടുമ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ലിഥിയം ബാറ്ററിക്ക് 18% ടാക്സ്, ലെഡ് ആസിഡിന് 28% ഉണ്ട് ബാറ്ററി മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. 18% ടാക്സേ ഉള്ളൂ കമ്പൾസറി. സാർ, ഇതിന്റെ ഈ 3.2 വോൾട്ട് സെല്ല് ചൈനീസ് ആണോ? ഇത് എവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്? സെല്ല് ആക്ച്വലി ചൈനയാണ് ഇപ്പോൾ മാനുഫാക്ചർ. വേറെ കൺട്രീസിലൊന്നും ലിഥിയം മാനുഫാക്ചർ ചെയ്യുന്നില്ല ലിഥിയം സെൽസ്. ഈവൻ നമ്മുടെ ഇപ്പോ ഈ ടാറ്റ നെക്സോൺ അല്ലെങ്കിൽ MG, ഹ്യുണ്ടായുടെ വെഹിക്കിൾസ് എല്ലാ വണ്ടിയിലും ഉപയോഗിക്കുന്ന സെൽസ് ചൈനയിൽ നിന്നുള്ള സെല്ലുകൾ തന്നെയാണ്. സോ സെല്ല് ഇമ്പോർട്ടഡ് ആണ് ഫ്രം ചൈന ആൻഡ് വി ആർ പുട്ടിംഗ് BMS ആൻഡ് മാനുഫാക്ചറിംഗ് ദ ബാറ്ററി പാക്സ്. കാരണം ഇതിന്റെ റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളതും ഇതിന്റെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നതും ചൈനയിൽ നിന്നാണ്. നമ്മളിപ്പോ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പ്രൊഡക്ഷൻ ചൈനയിൽ നടക്കുന്നത് പോലെ തന്നെ ഡിഫറെന്റ് ചൈനീസ് കമ്പനീസ് ആർ മേക്കിംഗ് ദ സെൽസ് ആൻഡ് സപ്ലൈ വേൾഡ് വൈഡ്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടാറ്റ കെമിക്കൽസ് ഒക്കെ സെൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2-3 years എങ്കിലും എടുക്കും. ടാറ്റ, അമറോൺ ഇങ്ങനെയുള്ള 2-3 കമ്പനികൾ സെൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ചെയ്തു. ഇപ്പൊ ISROന്റെ ഒരു ടെക്നോളജി 10 കമ്പനി എടുത്തിട്ടുണ്ട്. സോ റോ മെറ്റീരിയലിൽ നിന്ന് ഇവിടുന്ന് തന്നെ സെൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു 3 to 5 years എങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൽസ് ഇവിടുന്ന് തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബാറ്ററി ലോക്കലായിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റും. സാർ, ഈ 12 വോൾട്ട് 100Ah ഒരു ട്യൂബുലറും 12 വോൾട്ട് 100Ah ഒരു LFPയും റേറ്റിൽ എന്ത് വ്യത്യാസമുണ്ട്? 12 വോൾട്ട് 100Ah ഒരു പ്രൈസ് ഇപ്പോ SMF ആണോ ട്യൂബുലർ ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെ? ട്യൂബുലർ ഇപ്പൊ ഏത് ബാറ്ററി ഏത് മേക്കിന്റെ ആണ് ഉദ്ദേശിക്കുന്നത്? റഫ്ലി ഒരു ഐഡിയ പറയുകയാണെങ്കിൽ. എക്സൈഡിന്റെ എക്സൈഡിന്റെ 100Ah എന്ന് പറയുമ്പോൾ ഒരു റഫ്ലി ടാക്സ് ഇല്ലാത്ത വില ഒരു 8,000 എടുക്കാം റഫ്ലി, അല്ലെങ്കിൽ ഒരു 8,000 എടുക്കാം അല്ലെ? യെസ്. ഓക്കെ. സോ ഇത് 100Ah 12 വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു 14,000ഓളം ലിഥിയം ബാറ്ററിക്ക് കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം ഡബിൾ ആണെന്ന് തന്നെ പറയും ഇതിന്റെ വില. സെയിം കപ്പാസിറ്റി. പക്ഷെ 100Ah ട്യൂബർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് 75 അല്ലെങ്കിൽ 80Ah ലെഡ് ആസിഡേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സേവിങ്സും എഫിഷ്യൻസിയും വെച്ച് നോക്കുമ്പോൾ സോ 80Ah പ്രൈസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ
റഫ്ലി ഒരു 12,000 rupees. അപ്പോൾ 8,000 രൂപ വില വരുന്ന ട്യൂബുലർ ബാറ്ററിക്ക് പകരം 100 AH ട്യൂബുലറിന് പകരം നമുക്കൊരു 12,000 വില വരുന്ന ഒരു 80 AH വെച്ചാൽ സെയിം ബാക്കപ്പ് നമുക്ക് കിട്ടും. സോ ഒരു 50% ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 50% റഫ്ലി തമ്പ് റൂള് ട്യൂബുലർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു 50% ഇൻക്രീസ് വരും. പക്ഷെ നമ്മൾ വാറണ്ടി 10 year വരെയും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ലെഡ് ആസിഡ് നമുക്ക് അത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് 70-80 rupees കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈസ് ഇതിന് കിട്ടുമോ? അതിപ്പോ ഇതിന്റെ റീസൈക്ലിംഗ് ഇനിയും സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് ഇപ്പോ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ട് റീസൈക്ലിംഗ് ലിത്തിയം ബാറ്ററി റീസൈക്ലിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ പ്രൈസും വിവരങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് ഓഫ് കോഴ്സ് ഇതിലെല്ലാം വാല്യൂ ഉള്ള സാധനങ്ങളാണ്. അലുമിനിയം അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം റീസൈക്കിളബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനൊരു വാല്യൂ തീർച്ചയായും ഉണ്ട്. ലെഡ് ആസിഡിന്റെ ഏകദേശം അത്ര തന്നെ വാല്യൂ ഇതിന്റെ വെയിറ്റ് വെച്ചിട്ട് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ലൈഫ് കൂടുതലായതുകൊണ്ട് തന്നെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ അത്രയും ഫ്രീക്വൻസിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാല്യൂവിന് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വരുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് ഈ റീസൈക്ലിങ്ങിന്റെ കോസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ റിലീസ് ആവും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ കോൺഫറൻസ് ഫോർ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് ഒരു വാല്യൂ ഉണ്ട്. പിന്നെ ഇതിന് സെക്കൻഡ് ലൈഫ്, തേർഡ് ലൈഫ്, അങ്ങനെ ഈ സെല്ലുകൾ 3 ലെവലിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഇലക്ട്രിക് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഒരു സെല്ല് അതിന്റെ ലൈഫ് കഴിഞ്ഞ ഒരു 3-5 വർഷം കഴിഞ്ഞ് അതേ സെല്ല് നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് സെക്കൻഡ് ലൈഫ് എന്ന് പറയുക. സോ ഈ സെക്കൻഡ് ലൈഫ് അല്ലെങ്കിൽ തേർഡ് ലൈഫ് പല ആപ്ലിക്കേഷൻ, ഇപ്പൊ ഒരു സ്റ്റാൻഡ് ബൈ അല്ലെങ്കിൽ ടോയ്സ് അല്ലെങ്കിൽ ചെറിയ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന സെല്ലുകളുണ്ട്. തേർഡ് ലൈഫ്, 3 ലൈഫ് കഴിഞ്ഞിട്ടാണ് ഇത് സ്ക്രാപ്പ് പോകുന്നത്. 3 ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25-30 വർഷം ഈ സെല്ല് ഉപയോഗ യോഗ്യമാണെന്നുള്ളതാണ് ലിത്തിയം ബാറ്ററിയുടെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഓരോ പർപ്പസ് നമുക്ക് മാറ്റി വീണ്ടും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. 3 ലൈഫ് ഉണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ്. ഫസ്റ്റ് ലൈഫ്, സെക്കൻഡ് ലൈഫ്. ഫസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോ കാറുകൾക്കാണ്. ഇപ്പോ ഒരു മെർസിഡീസ് ബെൻസ് ജർമ്മനിയിൽ നിന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവരുടെ മെർസിഡീസ് ബെൻസ് ജർമ്മനിയിൽ കാറുകളുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ 3, 4, 5 വർഷമായ കാറുകളിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററികൾ അതിന്റെ അവരൊരു റേറ്റിംഗ് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്ത് മറ്റേ സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോ അത് നമ്മൾ വീണ്ടും റീപ്രോസസ് ചെയ്ത് സെൽ ബാലൻസിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ UPS പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്ന ഒരു ബാറ്ററി നമുക്ക് ലോ സ്പീഡ് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഈ റിക്ഷ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഒരുപാട് അങ്ങനത്തെ സെക്കൻഡ് ലൈഫ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു റിസ്ക് ഇല്ലേ? കാരണം നമുക്ക് കിട്ടുന്ന ബാറ്ററി ഫ്രഷ് ആണോ അതുപോലെ സെക്കൻഡ് യൂസ് ആണോ എന്നുള്ളത് നമുക്കൊരു, കാരണം ഇതിന്റെ ലിത്തിയം ബാറ്ററിയുടെ ലൈഫ് നമുക്കറിയാം. കാരണം ഇത് പല കൺട്രീസിലും ഇതിന്റെ പവർ, അതായത് വെഹിക്കിൾസിന്റെ പവർ ഗ്രാജുവലി കുറയുന്നത് കൊണ്ട് തന്നെ ഹൈ സ്പീഡിന് വളരെ കപ്പാസിറ്റി കൂടിയ അല്ലെങ്കിൽ വളരെ പവർ ഡെൻസിറ്റി കൂടിയ ബാറ്ററികളായിരിക്കും ഉണ്ടാവുക. അപ്പോ കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് വളരെ ക്വിക്കായിട്ട് 0 to 100 ഇത്ര സെക്കൻഡ് കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വളരെ ഡിസ്ചാർജ് കറണ്ട് വളരെ കൂടുതലുള്ള പർപ്പസിലാണ് ഉപയോഗിക്കുന്നത്. ആ സെല്ലുകൾ അതിന്റെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലൈഫ് തീർച്ചയായും നല്ല പവറോട് കൂടി തന്നെ നമുക്ക് സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷന് തീർച്ചയായും നമുക്ക് ധാരാളം 1C, അതായത് 5C അല്ലെങ്കിൽ 10C ഡിസ്ചാർജ് കറണ്ട് ഉള്ള സെല്ലുകളാണ് വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യം ഒരു സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻ വരുന്നത് 1C അല്ലെങ്കിൽ 2C മാക്സിമം ആവശ്യം വരുന്നു. സോ അങ്ങനത്തെ സെല്ലുകൾ ടെസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് സെൽ ബാലൻസ് ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ലൈഫ് എന്നുള്ളത് അതാണ്. കാരണം ബട്ട് അത് വിത്ത് നമുക്ക് അതിന്റെ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സും അതേപോലെ ബാലൻസ് ചെയ്യാനും ഇതിന്റെ ചാർജ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൊടുത്ത് റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനും പറ്റും. അതിൽ വേറെ റിസ്ക് ഒന്നും വരുന്നില്ല. പിന്നെ BMS കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റും. സാറേ, അതുപോലെ തന്നെ ഈ ക്വിക്ക് ചാർജിങ് സൈക്കിൾസ് ഒരു തവണ ക്വിക്ക് ചാർജ് ചെയ്താൽ 2 തവണ സ്ലോ ചാർജ് ചെയ്യണം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ
യാഥാർത്ഥ്യമുണ്ടോ? ബട്ട് ക്വിക്ക് ചാർജിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 1C ചാർജ് ചെയ്യാന്ന് പറഞ്ഞാലും 5 hours കൊണ്ടാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ചാർജിങ് ടൈം പറയുന്നത്. നമ്മളിപ്പോ 10 hours കൊണ്ടാണല്ലോ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു 5 hours കൊണ്ട് ചാർജ് ചെയ്യുന്നതാണ് ലോങ് ലൈഫിന് നല്ലത്. 1C ചാർജ് ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡബിൾ ഫോർ കണ്ടിന്യൂസ്. എല്ലാ ടൈമും നമ്മൾ ക്വിക്ക് ചാർജിങ് ഉപയോഗിക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്ലോ ചാർജിങ് ഇപ്പൊ നമ്മൾ വണ്ടിക്കാണെങ്കിലും നമ്മൾ ഈ ഓവർനൈറ്റ് ചാർജ് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യുന്നതാണ് ലൈഫിന് കൂടുതൽ നല്ലത്. പക്ഷെ നമ്മളിപ്പോ ഒരു സിറ്റിയിൽ പോയി പെട്ടു, അവിടെ നമുക്ക് റീചാർജ് ചെയ്യണം, തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്പോൾ ദ നമ്പർ ഓഫ് ഹയർ ദ നമ്പർ ഓഫ് ക്വിക്ക് ചാർജിങ് ലോവർ ദ നമ്പർ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ക്വിക്ക് ചാർജിങ് പരമാവധി ഒഴിവാക്കിയിട്ട് സ്ലോ ചാർജിങ്ങിലേക്ക് പോകുന്നതാണ് നല്ലത്. ബട്ട് നമ്മൾ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 0 to 50% അല്ലെങ്കിൽ ഒരു 80%ലേക്കാണ് നമ്മൾ ഈ ഫാസ്റ്റ് ചാർജിങ് വരുള്ളൂ. ഓട്ടോമാറ്റിക്കലി 80% മുകളിലേക്കുള്ള ചാർജിങ് ഓട്ടോമാറ്റിക്കലി സ്ലോ ചാർജിങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈഫ് ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും? ഹലോ സാർ. പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്നാണ്. നമ്മുടെ ഈ മോണിറ്ററിംഗ് നമുക്ക് മറ്റുള്ള ബാറ്ററിയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഏത് ലെഡ് ബാറ്ററിയിലാണോ? അല്ല, ആ മോണിറ്ററിംഗില് നമ്മുടെ സെല്ലിന്റെ ഇതൊക്കെ കാണിച്ച് കാണിച്ചിരുന്നില്ലേ? അത് ലിഥിയം ബാറ്ററി ഏതിൽ വേണമെങ്കിൽ നമുക്ക് അത് വാങ്ങിച്ച് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് ബാറ്ററിയുടെ വോൾട്ടേജും അതിന്റെ ഔട്ട്പുട്ടും മെഷർ ചെയ്തിട്ട് എത്രയുണ്ടെന്ന് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇൻബിൽറ്റ് അല്ലേ? അല്ല, അതൊരു അഡീഷണൽ ആക്സസറി ആണ്. ഒരു 5,000 to 6,000 അതിന്റെ വില വരുന്നുണ്ട്. നമുക്കത് അത്രയും കപ്പാസിറ്റി കൂടിയ ബാറ്ററികളിലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് വർത്ത് ആവില്ല. അതായത് ഒരു 1 lakh വില വരുന്ന ഒരു ബാറ്ററി പാക്ക് ആണെങ്കിലാണ് ഒരു 5,000ന്റെ ഈ ഒരു മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ വെക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. ഇൻബിൽറ്റ് ആയിട്ടല്ല, അതൊരു അഡീഷണൽ ഡിവൈസ്. കുളോമീറ്റർ എന്നാണ് അതിനെ പറയുക. വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേഷൻ അല്ലാതെ നമ്മൾ എക്സാക്ട് സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുളോമീറ്റർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. ബട്ട് അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. വോൾട്ടേജിനെ മാത്രം ബേസ് ചെയ്ത് വരുന്നതിന് വില കുറവായിരിക്കും. 1000 രൂപ 2000 രൂപയുടെ വരെ സാധനങ്ങൾ അവൈലബിൾ. അത് അഗെയിൻ വോൾട്ടേജ് മാത്രം മെഷർ ചെയ്യുന്നതായിരിക്കും. സോ ഇത് എക്സാക്ട് പേര് കുളോമീറ്റർ എന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഇന്ത്യയിൽ ഇല്ല, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇത് എവിടെയാ ആപ്ലിക്കേഷൻ വരുന്നത്? എവിടെയാ നിങ്ങൾക്ക് ആവശ്യം വരുന്നത്? എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്? സാധാരണ നമ്മള് സെല്ല് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടാറില്ല. ബാറ്ററി വാങ്ങുമ്പോൾ നമുക്ക് ഇത് അവൈലബിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ സാധനം വാങ്ങിയിട്ട് മറ്റുള്ള ബാറ്ററിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്കാരോട് പറഞ്ഞു കൊടുക്കാലോ സോളാർ വെക്കുമ്പോൾ. അതെ, അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ. അതെ, ഇതാണത് ബാറ്ററി കുളോമീറ്റർ. ഇതില് വോൾട്ടേജ്, ഡിസ്ചാർജ് കറണ്ട്, റിമൈനിങ് ചാർജ് ലെവല് എല്ലാം മെഷർ ചെയ്യും. ഫ്യൂൽ ഗേജ് എന്നാണ് വിളിക്കുന്നത്. ലിഥിയത്തിന് ഏതിൽ വേണം കൊടുക്കാം അല്ലേ? ഇത് എല്ലാ ടൈപ്പ്. ഇത് ജനറൽ ആയിട്ടുള്ളതാണ്. ലിഥിയം ബാറ്ററിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മീറ്റർ തന്നെയാണ്. നമ്മളിപ്പോ സാധാരണ മീറ്റർ അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഡിവൈസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഏത് പ്രൊഡക്റ്റിനും കൊടുക്കാം. ഇതിന് 5,000 വരും. 5,000 തൊട്ടാണ് ബേസിക് മോഡൽ ഉള്ളത്. പിന്നെ ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന്റെ ബാറ്ററി ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്യണം. ഡിസ്ചാർജ് സപ്പോർട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വെച്ച് നോക്കാം. വോൾട്ടേജ്, ആംപിയർ, ഇനി ബാലൻസും എല്ലാം കാണിക്കും. ഉണ്ടാവും. അതെ, വെറുതെ പ്ലസും മൈനസും കൊടുത്താൽ മതിയോ? പ്ലസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. എന്നെ ഒന്ന് വിളിച്ചാൽ മതി നാളെ എപ്പോഴെങ്കിലും. ഞാൻ വിളിക്കാം. പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. നമ്പർ ഒന്ന് ആഡ് ചെയ്താൽ മതി. എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ.
ഇതില് ഞാനൊന്ന് മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഒരു ഡീലറും കൂടിയാണ്, പട്ടാമ്പിയിലാണ്, നാരായണ ഗ്യാസ് ഏജൻസി ആണ്. എനിക്ക് തോന്നുന്ന ഗ്രൂപ്പില് കണ്ണൻ സാർ തന്നെ മെസ്സേജ് ഇട്ട് തരും. ഞാനത് നോക്കിയിട്ടുണ്ടില്ല. താങ്ക് യു. ഞാൻ കൊടുത്തോളാം. വേറെ എന്തെങ്കിലും ഉണ്ടേ? വേറെ എന്തെങ്കിലും ലിഥിയം ബാറ്ററിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഇട്ടാലും ഞാൻ എനിക്കൊന്ന് ടാഗ് ചെയ്താൽ മതി. ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഞാൻ കോൺടാക്ട് ചെയ്യിച്ചോളാം. നമുക്ക് തൃശ്ശൂർ വന്നാൽ നമ്മുടെ ഫാക്ടറി കാണാൻ പറ്റുമോ? നമുക്ക് ഫാക്ടറി കാണാം. ബട്ട് ഇന്റേണൽ ഫാക്ടറി നോർമലി വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ബട്ട് ജനറലി ഫാക്ടറി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാണാം അല്ലേ? സാമ്പിൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ഇതില്ല. എന്തെങ്കിലും നിങ്ങളുടെ ഒരു ടെസ്റ്റ് ജിഗ് പോലെ ഉണ്ടാവില്ല? ചാർജ് ഡിസ്ചാർജിന്റെ ഒരു ടെസ്റ്റ് കിറ്റോ അതുപോലെ ഉണ്ടാവും. ടെസ്റ്റിംഗ് സെന്ററിൽ വന്നാലും കാണാം. നമ്മുടെ ഒരു സർവീസ് സെന്റർ ഉണ്ട്. അതേപോലെ സർവീസ് സെന്ററിൽ വന്നാലും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അത് തൃശ്ശൂർ തന്നെയാണോ ഉള്ളത്? തൃശ്ശൂരാണ്. സർവീസ് സെന്റർ തൃശ്ശൂരാണ്. പ്രൊഡക്ഷൻ സെന്റർ തൃശ്ശൂർ. സോളാറിൽ ചാർജ് ചെയ്യാൻ പറ്റില്ലേ? സോളാറാണ് ഏറ്റവും നല്ലത്. സോളാറാകുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചാർജ് ആണ്. സോളാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ. സ്ട്രീറ്റ് ലൈറ്റും ഓഫ് ഗ്രിഡ് സോളാറിനെല്ലാം ഉപയോഗിക്കും. സോളാർ ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്നുണ്ട്. സോളാർ പാനൽ വഴി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ കാറിന്റെ? എങ്ങനെയാ? സോളാർ പാനൽ ഇതിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ? ഒരു കാർ ബുക്ക് ചെയ്യുന്ന അയാൾക്ക് 12-ാം തീയതി കാർ വരും. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചത് പാനൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ? കാറിന്റെ അതായത് ഇപ്പൊ ഏത് കാറാണ്? നെക്സോൺ ആണോ? 15,500 അതന്നെ 15 ലക്ഷം പറഞ്ഞു. ആ വണ്ടി ഇപ്പൊ 12-ാം തീയതി അവർ ഇറങ്ങും. വീട്ടിലൊരു സോളാർ വെക്കാൻ പറഞ്ഞു. അത് അവർക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെ പറ്റി എനിക്ക് അറിയില്ല. അല്ല, അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ 30 കിലോ വാട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 30 കിലോ വാട്ട് അവർ 30 യൂണിറ്റ് ആണ് അതിന്റെ ഫുൾ ചാർജ്. അപ്പൊ 7 കിലോ വാട്ടിന്റെ പാനൽ വേണ്ടി വരും അത് ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ. ഒരു ദിവസത്തെ കൊണ്ട് ചാർജ് ആവണമെങ്കിൽ 7 കിലോ വാട്ടിന്റെ പാനൽ വേണ്ടി വരും. അപ്പൊ 7 കിലോ വാട്ടിന്റെ എന്തായാലും 5 കിലോ വാട്ട് നമുക്ക് ഒരു റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് വെക്കേണ്ടി വരും. ഒരു 10 കിലോ വാട്ടിന്റെ റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് വെച്ചാലാണ് ഈ കാറ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള. 5 കിലോ വാട്ട് വെച്ചാലും ഏകദേശം നമുക്കൊരു സ്പെയറിംഗിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യാൻ. സാധാരണ KSEB എങ്ങനെയാ അപ്പൊ ചാർജ് ചെയ്യണേ? അല്ല, ഇത് തന്നെയാണ് നമ്മൾ പവർ പ്ലാന്റുമായിട്ട് നമ്മുടെ ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ സാർ ഷെയർ ചെയ്തിരുന്നു. നമ്മളൊരു 5 കിലോ വാട്ടോ അല്ലെങ്കിൽ 10 കിലോ വാട്ടോ പവർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിച്ചിട്ട് അത് സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സിങ്ക്രൈസ് നമ്മുടെ KSEB ലൈനായിട്ട് സിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് രാത്രി സമയത്താണെങ്കിൽ അതിന് പകരം പകല് നമ്മൾ ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റ് മീറ്ററിംഗ് വെച്ചിട്ട് ഉപയോഗിക്കും. ഇത് മാത്രമായിട്ട് ചാർജ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെക്കേണ്ടി വരും. അപ്പൊ അത് കോസ്റ്റ് പിന്നെയും കൂടുക ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് ആണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു 10 കിലോ വാട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 7 ലക്ഷം രൂപ 7-8 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു 10 കിലോ വാട്ടിന്റെ പവർ പ്ലാന്റ്. അപ്പൊ അങ്ങനെ ഒരു പവർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു 5 കിലോ വാട്ട് വെച്ചാൽ ഇതിന്റെ യൂസേജ് അനുസരിച്ചാണ്. ഡെയിലി 300 കിലോമീറ്റർ എന്തായാലും എല്ലാവരും ഉപയോഗിക്കില്ലല്ലോ. സ്പേസ് ഇല്ല. മാക്സിമം 5 കിലോ വാട്ട് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. 5 കിലോ വാട്ട് വെച്ചാൽ കാരണം അവരിപ്പോ ഈ കാർ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഉപയോഗിക്കുന്നുണ്ടാവും എന്നുള്ളതിനനുസരിച്ചിട്ട് 3 യൂണിറ്റ് യൂസ് ചെയ്യുന്നു. പെർ ഡേ 3 യൂണിറ്റ് 3000 വാട്ട്സ്. അല്ല, ഇത് ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 30 യൂണിറ്റ് കറണ്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. റഫ്ലി ഫുൾ ചാർജ് ചെയ്യാൻ. അപ്പൊ 30 യൂണിറ്റ് കറണ്ടിൽ 300ഓളം കിലോമീറ്റർ 2 ദിവസം 3 ദിവസം എടുക്കാൻ തോന്നില്ല. അതാ പറയാം. ഒരു 100 കിലോമീറ്റർ ആവറേജ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് 3 ദിവസം കൊണ്ടേ അത് ഫുൾ ചാർജ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലെ? 3 ദിവസത്തിൽ ഒരിക്കലും വേണ്ടി വരുന്നുള്ളൂ. 5 കിലോ വാട്ടൊക്കെ ധാരാളം മതി. വീട്ടിലെ ആവശ്യങ്ങളും കൂടെ അതിന്റെ ഒപ്പം നടക്കും 5 കിലോ വാട്ട്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇനിയും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ക്ലാസ്സിനെ കുറിച്ച് 2 വീലറിൽ വെക്കുന്ന ബാറ്ററിയുടെ വെയിറ്റ് എത്ര വരുന്നുണ്ട്?
ടൂ വീലറിൽ വെക്കുന്ന? ടൂ വീലറിൽ വരുന്നത് നോർമലി 48 വോൾട്ട് 20 AH അല്ലെങ്കിൽ 25 AH ആണ്. 48 into 25 എന്ന് പറയുമ്പോൾ 1200 PH, 15 kg, ഒരു 18 കിലോ വെയിറ്റ് വരും സർ. റഫ്ലി 18 കിലോ. അതായത് ഒരു കിലോ വാട്ട് അവറിന് ഒരു 15 കിലോ വെയിറ്റ് കണക്ക് കൂട്ടിയാൽ മതി. അതായത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കിലോ വാട്ട് അവർ ബാറ്ററി ആണെങ്കിൽ 15 kg. അപ്പോ നമ്മൾ 48 വോൾട്ട് ഇൻറ്റു ഒരു 25 AH ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1200 BH അല്ലെങ്കിൽ 1.2 കിലോ വാട്ട് അവർ ആണ് വരുന്നത്. സോ 1.2 ഇൻറ്റു 15 kg 15 kg വെച്ചെടുക്കുമ്പോൾ ഒരു 18 കിലോ വെയിറ്റ് വരും. അതാണ് ഓട്ടോറിക്ഷയിൽ എത്ര കിലോ വാട്ട് അവറാ? 42 വോൾട്ട് ഇപ്പൊ ഹൈക്കോന്റെ ഓട്ടോ ഉപയോഗിക്കുന്നത് 180 ആണ്. 51.2 വോൾട്ട് ഇൻറ്റു 51.2 ഇൻറ്റു 180 AH ആണ്. അതായത് 9.2 കിലോ വാട്ട് ഉണ്ട്. 9.2 കിലോ വാട്ട് അവർ ഇൻറ്റു 15 kg 138 കിലോ ടോട്ടൽ വരും. 2 ബാറ്ററി പാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഏകദേശം 70 കിലോ ഉള്ള 2 ബാറ്ററി ആയിട്ടാണ് ഓട്ടോയിൽ വരുന്നത്. ഈ മഹീന്ദ്ര ഈ ട്രയല് കുറച്ചും കൂടി ചെറിയ സൈസാണ്. 160 AH ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 150 കിലോ മൊത്തം ബാറ്ററിയുടെ വെയിറ്റ്. ഒരു യൂണിറ്റിന് ഒരു 22-24 കിലോമീറ്റർ കിട്ടും അല്ലേ സാറേ? അതെ അതെ റഫ്ലി. കാറിനൊക്കെ ഒരു 7 കിലോമീറ്റർ ഒരു യൂണിറ്റിന് ശരാശരി. അതിന്റെ സൈസും വെയിറ്റും കൂടും. അതുകൊണ്ടാണ് ഈ ഓട്ടോ ആപ്ലിക്കേഷൻ കുറച്ചുകൂടി ഇതാവുന്നത്. കാരണം കാർ എന്ന് പറയുന്നത് ഒരു ഹൈ സ്പീഡ് ഉപയോഗത്തിന് വരുന്നതാണ്. പിന്നെ AC ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ടാറ്റ നെക്സോണിന്റെ ഡൽഹിയുടെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അവരുടെ മൈലേജ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് സബ്സിഡി എടുത്ത് കളഞ്ഞു തൽക്കാലത്തേക്ക്. അപ്പൊ അത് AC-ന്റെ ഉപയോഗമാണ്. കമ്പനി കുറെ എക്സ്പെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷനിൽ ARA സർട്ടിഫൈ ചെയ്ത മൈലേജ് ആണ് അവർ പറഞ്ഞിരുന്നത് കസ്റ്റമേഴ്സിനോട്. കുറെ കസ്റ്റമേഴ്സിന് അത് കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു. പക്ഷെ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് നമ്മുടെ നമ്പർ ഓഫ് കിലോമീറ്റേഴ്സ് കുറയും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഫുൾ ചാർജ് ചെയ്യാൻ 8 മണിക്കൂർ? ഫുൾ ചാർജ് 5 മണിക്കൂർ കൊണ്ട് ചാർജ് കയറാവുന്ന മോഡൽസ് ഉണ്ട്. 5 hours കൊണ്ടൊക്കെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 5 hours ഫുൾ ആവും? അതെ. അത് ഫുൾ ഇറങ്ങിയില്ലെങ്കിൽ 2 മണിക്കൂറായാലും ഒരു 1 കിലോ വാട്ടോ 2 കിലോ വാട്ടിന് ചാർജ് ചെയ്യും. ഉറപ്പായിട്ടും നമുക്കൊരു 2.5 മണിക്കൂർ ഉപയോഗിച്ചാൽ 50% അല്ലെങ്കിൽ നമുക്കൊരു 300 കിലോ കാറിന്റെ കാര്യമാണ് എക്സാമ്പിൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോയുടെ കാര്യം പറയാം. 200 കിലോമീറ്റർ ആണ് അതിന്റെ ഫുൾ ചാർജ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 20 കിലോമീറ്റർ എത്തിയാൽ വീടെത്തി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ചാർജ് ചെയ്താൽ 20 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടും. അപ്പോ അങ്ങനെ ഉള്ള ഇത് കമ്പയർ ചെയ്ത് നോക്കാം. ഫുൾ ചാർജ് ചെയ്യാനാണ് ആവശ്യം വരുന്നത്. എങ്ങനെയാ പവർ എത്രയാന്ന് വരും അപ്പൊ അങ്ങനെ വരുമ്പോ? അല്ല, എന്താ സ്പീഡോ അല്ലെങ്കിൽ വണ്ടിയുടെ പവർ കുറയുന്നു? ചാർജിങ് 5 കിലോ വാട്ടിന്റെ ചാർജർ. പകുതി ആയാലും ക്വാർട്ടർ ആയാലും ഒക്കെ 5 കിലോ വാട്ടാ? അതെ. 5 കിലോ വാട്ട് ചാർജർ വെച്ചിട്ടാണ് നമ്മള് 5 കിലോ വാട്ട് ചാർജർ ഉപയോഗിക്കുന്നത് 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാനാണ്. നോർമൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് 2 കിലോ വാട്ട് ആണ്. അത് 6 മണിക്കൂർ കൊണ്ട് ചാർജ് ആണ്. സാധാരണ പവർ പ്ലഗ് 2 കിലോ വാട്ട് അല്ലേ? അതെ 2 കിലോ വാട്ട് 15 ആംപിന്റെ പവർ പ്ലഗിലാണ് സാധാരണ ഇൻബിൽറ്റ് ആയിട്ട് ഓൺബോർഡ് ചാർജർ 2 കിലോ വാട്ട് ഉണ്ടാവുള്ളൂ. അത് 6 മണിക്കൂർ കൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അല്ല, ആ 2 കിലോ വാട്ട് നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് ബാറ്ററിയും പാനലും വെച്ചാൽ ആ ഒരു സെക്ഷൻ വർക്ക് ചെയ്യില്ലേ? ചെയ്യാൻ പറ്റും. ഓട്ടോയ്ക്കൊക്കെ അത് മതി. ഈ പറഞ്ഞ 2 കിലോ വാട്ട് ചെയ്യാം. അതെ. ബട്ട് ഈ ഇൻവെർട്ടറിന്റെ കോസ്റ്റും വീണ്ടും ഒരു ബാറ്ററി നമ്മൾ ഉപയോഗിക്കുകയാണ് അതിന് വേണ്ടി. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ചാർജ് നമ്മൾ ഡയറക്ട്ലി KCB ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം. കാരണം പവർ ഇല്ലാത്ത സ്ഥലത്തേ നമ്മൾ ഇൻവെർട്ടറും ഇതൊക്കെ ആവശ്യമുള്ളൂ. കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് KCB ചാർജ് ചെയ്തിട്ട് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പവർ പ്ലാന്റ് വെക്കുകയാണ് ലാഭം. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് വെക്കുന്നതാണ് ലാഭം. ഓക്കെ സാർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിന്റെ ക്ലാസിനെ കുറിച്ചൊരു കമന്റ്സ് ആരെങ്കിലും ഒന്ന് കമന്റ്സ് പറയാമോ?
മഹേശ്വരൻ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. ലിഥിയം ബാറ്ററിയെ പറ്റി സാമാന്യം നല്ലൊരു അറിവ് തരാനായിട്ട് ഈ ക്ലാസ് മേടിച്ചു. അപ്പോൾ ഇത് വളരെയധികം ഇതിനകത്തുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവരുടെ ഈ ഇനി വരുന്ന കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു ബാറ്ററിയെ പറ്റിയുള്ള അറിവ് വളരെ വിജ്ഞാനപ്രദമായിരിക്കും അവർക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനിയും താങ്ക് യു വെരി മച്ച്. എന്റെ പേര് സുരേഷ് ആണ്. ഹൈക്കോണിനെ പറ്റി നന്നായിട്ട് അറിയാം എനിക്ക്. നിങ്ങളുടെ പ്രസന്റേഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ. വെരി എലാബറേറ്റ് ആൻഡ് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് വെരി വെൽ. ഐ റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു വെരി മച്ച്. ഞാൻ വരാം, ഒരു ദിവസം വരാം. ഞാൻ തൃശ്ശൂർ വിളിച്ചിട്ട് വരാം. എറണാകുളത്താണ്. അതെ, നമ്മള് പ്രോബ്ലി മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ UPS ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, ഇവിടെ കൊച്ചിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾസ് ന്യൂമറിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്ക് ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഒരു ഓർമ്മയുണ്ട്. ഇനി വേറെ നമ്മൾ കാണാം. താങ്ക് യു വെരി മച്ച്. ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, താങ്ക് യു. കണ്ണൻ സാർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ. അപ്പം സോളാർ ഇൻഡസ്ട്രിക്ക് വളരെ പ്രയോജനകരമായിരുന്നു ഈ ക്ലാസ്. കാരണം സോളാർ ഇനി സാധാ ബാറ്ററിയിൽ നിന്ന് നേരെ ലിഥിയം ബാറ്ററിയിലേക്ക് ഒരു കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടും ലിഥിയം ബാറ്ററി എങ്ങനെ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നു, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിന്റെ നല്ലൊരു ഡീറ്റെയിൽഡ് ഇതായിരുന്നു ഞങ്ങൾക്ക് മഹേഷ് സാറിന് കിട്ടിയത്. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് സാറ് അറേഞ്ച് ചെയ്തതിൽ ഞങ്ങളുടെ നന്ദി. താങ്ക് യു സാർ, എല്ലാ സപ്പോർട്ടിനും. ഇങ്ങനൊരു വേദി അറേഞ്ച് ചെയ്ത് തന്നതിന് സാറിനോടും വളരെ സന്തോഷം. അത് നല്ലൊരു നോളജ് ഷെയറിംഗ് ആണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പൊ നമ്മള് ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തുള്ള നമ്മുടെ ടെക്നിക്കൽ മാൻ പവർ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യും തോറും കൂടുതൽ കോമ്പിറ്റൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ പെർഫോം ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡസ്ട്രി തന്നെ നമുക്ക് മാറ്റാനും സാധിക്കും. സോ എല്ലാവർക്കും അത് ഉപകാരമാവട്ടെ. ഇനിയും ഇതിന്റെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സമയമുള്ള ദിവസങ്ങളിൽ തീർച്ചയായും പങ്കെടുക്കാനും ജോയിൻ ചെയ്യാനും ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. സോ താങ്ക് യു സർ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടുക, മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. അത് തീർച്ചയായും സോളാർ ഇൻഡസ്ട്രിയുടെ ഒരു ചേഞ്ചിങ് ടൈം കൂടുതലും പ്രോഫിറ്റബിൾ ആണ്. കംപ്ലൈന്റ് ഇല്ലാതെ ഓഫ് ഗ്രിഡ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ലിഥിയം ബാറ്ററി തീർച്ചയായും സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഓക്കെ, ഷുവർ ഷുവർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ക്ലോസ് ചെയ്യാം.